1930 അർജന്റീന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ 10 രാജ്യങ്ങളിലൊന്നാണ്. ഫ്രാൻസിനേക്കാളും ജർമ്മനിയേക്കാളും ജപ്പാനേക്കാളും സമ്പന്നം. ഇന്നോ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ വികസ്വര രാജ്യം. ദാരിദ്ര്യവും പണപ്പെരുപ്പവും ചേർന്ന് ഓരോ ദിവസവും മനുഷ്യരുടെ അതിജീവനം നരകമാക്കുന്ന നാട്. അവിശ്വസനീയമായിരുന്നു അർജന്റീനയുടെ തകർച്ച. തെക്കിന്റെ USA എന്ന് വിളിക്കപ്പെട്ട രാജ്യം ഇന്ന് എത്തി നിൽക്കുന്ന അതിഭീകരമായ സാമ്പത്തിക ദുരിതങ്ങളുടെ ആഴമറിയാൻ അതിന്റെ സുവർണകാലത്തിൽ ആരംഭിച്ച് വർത്തമാനകാലത്തിലേക്ക് യാത്ര ചെയ്യണം. 1910 ബ്യൂണസ് അയേഴ്സ് വിശേഷിപ്പിക്കപ്പെട്ടത് തെക്കേ അമേരിക്കയിലെ പാരീസ് എന്നാണ്. അത്രയും പ്രൗഢമാണ് അന്ന് നഗരം. ഇംഗ്ലീഷ് കുതിരവണ്ടികളും ഇലക്ട്രിക് ട്രാം ലൈനുകളും ബുദ്ധിജീവികളും കലാകാരന്മാരും തിങ്ങി നിറഞ്ഞ കഫേകളുമൊക്കെയായി ഏതു സമയവും തെരുവുകൾ സജീവം. ഇറ്റലിയിൽ നിന്നുള്ള ലോകോത്തര കലാകാരന്മാർ അക്കാലത്ത് ബ്യൂണസ് അയേഴ്സിൽ ഓപ്പറകൾ അവതരിപ്പിച്ചിരുന്നു. ഇക്കാലത്തു തന്നെയാണ് സ്പെയിൻ, ഇറ്റലി, കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർ സദേൺ ഡ്രീം എന്ന് വിളിപ്പേരിട്ട സ്വപ്നഭൂമിയായ അർജന്റീനയിലേക്ക് വന്നിറങ്ങിയത്. അർജന്റീനയുടെ സമൃദ്ധി ആരംഭിച്ചത് പൊന്നു വിളയുന്ന അവിടുത്തെ മണ്ണിൽ നിന്നുമാണ്. അല്പം വിത്ത് വിതറി തിരിച്ചു പോന്നാൽ 4 മാസം കഴിഞ്ഞ് പൊൻനിറമുള്ള ഗോതമ്പും ചോളവും കൊയ്തെടുത്തു കൊണ്ടുപോരാവുന്നത്ര ഫലഭൂയിഷ്ടമായ അർജന്റീനിയൻ പാമ്പാസ് സമതലങ്ങളായിരുന്നു അവരുടെ സമ്പത്തിന്റെ ചാലകശക്തി. ആയിരക്കണക്കിന് മൈലുകൾ പരന്നു കിടക്കുന്ന അർജന്റീനിയൻ പാമ്പാസിൽ അധ്വാനശീലരായ സങ്കരവർഗ്ഗക്കാരും യൂറോപ്യൻ കുടിയേറ്റക്കാരും ജോലി ചെയ്ത് പൊന്നു വിളയിച്ചു. ഇതിനൊപ്പമായിരുന്നു കന്നുകാലി സമ്പത്ത്. 1900 മുതൽ 1930 വരെ ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരായിരുന്നു അർജന്റീന. പാമ്പാസ് സമതലങ്ങളിലെ സമൃദ്ധമായ പുല്ലും ധാന്യങ്ങളും തിന്ന് മുറ്റി വളർന്ന കന്നുകാലികളുടെ മാംസം യൂറോപ്യൻ വിപണിയിലേക്ക് ഒഴുകി. 1890കളിൽ റെഫ്രിജറേഷൻ സാങ്കേതികവിദ്യ കണ്ടുപിടിക്കപ്പെട്ട ശേഷം ശീതീകരിച്ച 100 കണക്കിന് കപ്പലുകളിൽ അർജന്റീൻ ബീഫ് എല്ലാ ആഴ്ചയും ബ്യൂണസ് അയേഴ്സിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ടു. റെഫ്രിജറേഷൻ കപ്പലുകളുടെ കണ്ടുപിടുത്തത്തോടെ വർഷം മുഴുവൻ സീസൺ നോക്കാതെ കയറ്റുമതി സാധ്യമാക്കാനും അർജന്റീൻ മാംസ സംസ്കരണ ഫാക്ടറികൾക്ക് സാധിച്ചു. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീന ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ കയറ്റുമതിക്കാരായി. ഗോതമ്പും ബീഫും നൽകി ബ്രിട്ടനെ പോറ്റി വളർത്തുന്നത് അർജന്റീനയാണെന്ന ചൊല്ലുവരെയുണ്ടായി. ഭക്ഷ്യ കയറ്റുമതിയിലെ കുതിപ്പും അർജന്റീൻ പാമ്പാസിലെ ഫലഭൂയിഷ്ഠമായ ഭൂമിയും കൂടുതൽ കുടിയേറ്റക്കാരെ ആകർഷിച്ചു. 1880നും 1930നും ഇടയിൽ 6 ദശലക്ഷത്തിലധികം മനുഷ്യരാണ് കുടിയേറ്റക്കാരായി അർജന്റീനയിലെത്തിയത്. റൊമാനിയ മുതൽ ഇന്ത്യയിലെ പഞ്ചാബിൽ നിന്ന് വരെയുള്ള കുടിയേറ്റക്കാർ. എങ്കിലും ഇവരിൽ ഭൂരിഭാഗവും ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നുമായിരുന്നു. 1914 അർജന്റീനയിലെ ജനസംഖ്യയുടെ 30% കുടിയേറ്റക്കാരായ വിദേശികളായിരുന്നുവെന്ന് പറയുമ്പോൾ ഈ കുത്തൊഴുക്കിന്റെ കരുത്ത് മനസ്സിലാകും. ഇത് ഇന്നും ലോകത്തിലെ ഏറ്റവും ഉയർന്ന കുടിയേറ്റ റെക്കോർഡാണ്. കുടിയേറ്റക്കാർ സൃഷ്ടിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പോലും ഇതുപോലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. കുടിയേറ്റം അർജന്റീനയിലേക്ക് വൈവിധ്യമെത്തിച്ചു. ഇറ്റലിക്കാർ പാസ്ത, പിസ്സ, എസ്പ്രസോ തുടങ്ങിയ ഭക്ഷണ പാരമ്പര്യവും ഫാഷനും കൊണ്ടുവന്നു. അത് പ്രാദേശിക രുചികളുമായി ചേർന്ന് അർജന്റീനയുടെ സമ്പന്നമായ ഭക്ഷണ സംസ്കാരം രൂപപ്പെടുത്തി. സ്പെയിൻകാർ അവരുടെ ഭാഷയും ഉത്സവങ്ങളും ആഗോള വാണിജ്യത്തിലെ സ്കില്ലുകളും കൊണ്ടുവന്നു. കിഴക്കൻ യൂറോപ്പുകാർ, ജൂതന്മാർ തുടങ്ങിയവർ ബിസിനസ് വൈദഗ്ധ്യവും ബാങ്കുകളും വ്യാപാര ശൃംഖലകളും കൊണ്ടുവന്നു. ബ്യൂണസ് അയേഴ്സ് എല്ലാ അർത്ഥത്തിലും ഒരു മെൽറ്റിംഗ് പോട്ടായി മാറി. ടാങ്കോ സംഗീതത്തിന്റെയും കഫേകളുടെയും സാഹിത്യത്തിന്റെയും രാത്രി ജീവിതത്തിന്റെയും നഗരം. ചന്തകളിൽ ഇറ്റാലിയനും ഓഫീസുകളിൽ സ്പാനിഷും കഫേകളിൽ ഫ്രഞ്ചും കേൾക്കാൻ കഴിയുന്ന ഒരിടം എന്നാണ് മാർക്കേസ് അടക്കമുള്ള എഴുത്തുകാർ അതിനെ വിശേഷിപ്പിച്ചത്. ഈ യൂറോപ്യൻ തരംഗം സംസ്കാരത്തെ രൂപപ്പെടുത്തിയെന്ന് മാത്രമല്ല, അർജന്റീനയ്ക്ക് വിവിധ സ്കില്ലുകളുള്ള തൊഴിലാളി സമൂഹത്തെയും നൽകി. ലാറ്റിൻ അമേരിക്കയിലെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അർജന്റീനയിലെ കുടിയേറ്റക്കാർ വിദ്യാഭ്യാസമുള്ള സാങ്കേതിക വിദഗ്ധരും സംരംഭകരുമായിരുന്നു. കുടിയേറ്റവും വാണിജ്യവും മുറുകിയതോടെ 1913 അർജന്റീനയുടെ GDP പെർ ക്യാപിറ്റ ലോകത്തിൽ 1ാം സ്ഥാനത്തെത്തി. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമെന്ന് നിസ്സംശയം പറയാവുന്ന സ്ഥാനം. അത് ഫ്രാൻസിനെയും ജർമ്മനിയെയും ഇറ്റലിയെയും അമേരിക്കൻ ഡ്രീമിനെ പോലും പിന്നിലാക്കി. അർജന്റീനക്കാരെ പോലെ സമ്പന്നൻ എന്നത് യൂറോപ്പിൽ ഒരു ചൊല്ലായി മാറി. അതുകൊണ്ടുതന്നെ 1910 മുതൽ 1930 വരെ യൂറോപ്യൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കുടിയേറ്റ കപ്പലുകൾക്ക് 2 പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ന്യൂയോർക്ക് അല്ലെങ്കിൽ ബ്യൂണസ് അയേഴ്സ്. 1930 അർജന്റീനിയൻ പെസോ ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസിയാണ്. അത് US ഡോളറിനോടും ബ്രിട്ടീഷ് പൗണ്ടിനോടും മത്സരിച്ച് ലോകത്തിൽ വിനിമയം ചെയ്യപ്പെട്ടു. ബ്രിട്ടൻ, ഫ്രാൻസ്, US എന്നിവിടങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർ അർജന്റീനയുടെ റെയിൽവേകളിലും തുറമുഖങ്ങളിലും ബാങ്കുകളിലും പണമൊഴുക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് വികസിച്ചത്. ബ്രിട്ടീഷ് നിക്ഷേപകർ അർജന്റീൻ പാമ്പാസ് സമതലം ചുറ്റി സഞ്ചരിക്കുന്ന വലിയ റെയിൽവേ നെറ്റ്വർക്കുകളിലാണ് കൂടുതൽ പണമിറക്കിയത്. ഇത് ധാന്യവും ബീഫും തുറമുഖങ്ങളിൽ വേഗത്തിലെത്താൻ സഹായിച്ചു. 1914 അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ റെയിൽവേ ശൃംഖല അർജന്റീനയുടേതായിരുന്നു.
തുറമുഖങ്ങൾ ആധുനികവൽക്കരിക്കപ്പെട്ടു. കൂറ്റൻ വെയർഹൌസുകൾ നിർമ്മിക്കപ്പെട്ടു. റെയിൽവേ ലൈനുകൾക്കൊപ്പം അത് കണക്ട് ചെയ്യുന്ന പുതിയ നഗരങ്ങളും വളർന്നു. ബ്യൂണസ് അയേഴ്സ് തന്നെ ആധുനികവൽക്കരണത്തിന്റെ പ്രതീകമായി മാറി. 1908 ആ നഗരത്തിൽ തുറന്ന തിയേറ്ററോ കൊളോൺ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പറ ഹൗസ് ആയിരുന്നു. അവനിഡ ഡി മായോ പോലുള്ള വീഥികളിൽ ആർട്ട് നൂവോയും ഫ്രഞ്ച് ശൈലിയിലുള്ള കെട്ടിടങ്ങളും നിരന്നു. ഇലക്ട്രിക് ട്രാം ലൈനുകളും തെരുവ് വിളക്കുകളും ബ്യൂണസ് അയേഴ്സിനെ തെക്ക് വടക്കൻ അമേരിക്കകളിലെ ആദ്യത്തെ ആധുനിക തലസ്ഥാനമാക്കി. അതുകൊണ്ടാണ് ലോകം അതിനെ തെക്കേ അമേരിക്കയുടെ പാരീസ് എന്ന് തികച്ചും വിളിച്ചത്. സമ്പത്തിനൊപ്പം സംസ്കാരവും വന്നു. ബ്യൂണസ് അയേഴ്സിന്റെ തൊഴിലാളി വർഗ നൈബർഹുഡുകളിൽ നിന്ന് പിറന്ന ടാങ്കോ ആഗോളതലത്തിൽ വ്യാപിച്ചു. നർത്തകരും സംഗീതജ്ഞരും അതിനെ പാരീസിലേക്കും ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കും കൊണ്ടുപോയി. അവിടെ ടാങ്കോ വികാരമായി മാറി. ബ്യൂണസ് അയേഴ്സിലെ കഫേകളിൽ സാഹിത്യത്തെയും രാഷ്ട്രീയത്തെയും തത്വചിന്തയെയും കുറിച്ചുള്ള സംവാദങ്ങൾ സജീവമായിരുന്നു. പത്രങ്ങൾ തഴച്ചു വളർന്നു. കുടിയേറ്റക്കാർ പുസ്തകശാലകളും തിയേറ്ററുകളും സാംസ്കാരിക സംഘടനകളും തുടങ്ങി. എസ്താൻസിറോസ് എന്നറിയപ്പെട്ടിരുന്ന സമ്പന്നരായ ഭൂവുടമകൾ യൂറോപ്യൻ ശൈലിയിലുള്ള മാൻഷനുകളിൽ താമസിക്കുകയും അവരുടെ കുട്ടികളെ പാരീസിലും ലണ്ടനിലും പഠിക്കാൻ അയക്കുകയും ചെയ്തു. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പോളോ എലൈറ്റ്സിന്റെ ഒരു ദേശീയ കായിക വിനോദമായി മാറി. ചുരുക്കത്തിൽ അർജന്റീന വെറും സമ്പന്നമായിരുന്നില്ല, അതെല്ലാ അർത്ഥത്തിലും കോസ്മോപോളിറ്റൻ ആയിരുന്നു. ലോകത്തിന്റെ മുഖ്യധാരയിലുള്ള ഒന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക സേനകളിലൊന്ന് അക്കാലത്ത് അർജന്റീനയുടേതാണ്. ഈ സമ്പത്തിനൊരു മറുവശമുണ്ട്. ഈ സമൃദ്ധിയുടെ വലിയൊരു ഭാഗം വിദേശ മൂലധനവുമായി, പ്രത്യേകിച്ചും ബ്രിട്ടനിൽ നിന്നുള്ള നിക്ഷേപത്തിന്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ടിരുന്നു. റെയിൽവേയിൽ 90% ലൈനുകളുടെയും ട്രെയിനുകളുടെയും ഉടമസ്ഥത ബ്രിട്ടീഷ് കമ്പനികൾക്കാണ്. വൈദ്യുതി ഉണ്ടാക്കിയതും വിതരണം ചെയ്തതും ജർമ്മൻകാരാണ്. കുടിവെള്ള വിതരണം ഫ്രാൻസിന്റെ ഉത്തരവാദിത്തം. ബാങ്കുകളെല്ലാം ജൂതന്മാരുടെ നിയന്ത്രണത്തിൽ. അർജന്റീനിയൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ബീഫ് സംസ്കരണ പ്ലാന്റുകൾ പോലും വിദേശ കമ്പനികളാണ് നടത്തിയിരുന്നത്. ഉപരിതലത്തിൽ അർജന്റീന സമ്പന്നമായി തോന്നിയെങ്കിലും ലാഭത്തിന്റെ ഒരു വലിയ പങ്ക് വിദേശത്തേക്ക് ഒഴുകിപ്പോയിരുന്നുവെന്നാണ് ഇതിനർത്ഥം. എന്നാലും ഈ സുവർണ കാലഘട്ടത്തിൽ എല്ലാവർക്കും വീതം കിട്ടിയിരുന്നതിനാൽ ആരും പരാതിപ്പെട്ടില്ല. വർഗവിഭജനം ദൃഢമായിരുന്ന പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അർജന്റീന അപ്വേർഡ് മൊബിലിറ്റി വാഗ്ദാനം ചെയ്തു. വിദ്യാഭ്യാസം താരതമ്യേന ചിലവ് കുറഞ്ഞതാണ്. യൂണിവേഴ്സിറ്റികൾ തഴച്ചു വളർന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ബ്യൂണസ് അയേഴ്സ് അതിവേഗം വികസിക്കുകയും ലാറ്റിൻ അമേരിക്കയിലെ ഇന്റലക്ച്വൽ സെന്ററുകളിൽ ഒന്നായി മാറുകയും ചെയ്തു. അസമത്വം അപ്പോഴുമുണ്ട്. വലിയ എസ്റ്റേറ്റുകൾ നിയന്ത്രിച്ചിരുന്ന ഭൂവുടമകൾ അവിശ്വസനീയമായ വേഗത്തിൽ സമ്പന്നരായി. ഗ്രാമീണ തൊഴിലാളികളുടെ ദുരിതം മാറിയിട്ടില്ല. എന്നിട്ടും അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അർജന്റീനയ്ക്ക് വേഗത്തിൽ വളരുന്നൊരു മധ്യവർഗവും മികച്ച സാമൂഹിക സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ സമയത്ത് അർജന്റീനിയൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നിഴലുകളുടെ മറവിൽ വളരുന്ന വലിയ അപകടങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള നേതാക്കൾ അവിടെ ഇല്ലാതെ പോയി. ലോകം മാറുമ്പോൾ അർജന്റീനയും മാറുന്നുണ്ടായിരുന്നു. 1930 വരെ ഭദ്രമായിരുന്ന കാര്യങ്ങൾ നിശബ്ദമായി തകിടം മറിയാൻ തുടങ്ങിയിരുന്നു. ന്യൂയോർക്കിൽ വാൾ സ്ട്രീറ്റിലെ ദല്ലാളന്മാർക്ക് തലയ്ക്ക് വെളിവില്ലാതായതുകൊണ്ട് മാത്രം സംഭവിച്ചതായിരുന്നില്ല 1930കളിലെ ആഗോള സാമ്പത്തിക തകർച്ച. അതിന് മറ്റ് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. എന്തായാലും 1930ലെ ആഗോള സാമ്പത്തിക ദുരന്തം തകർത്തെറിഞ്ഞ രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് വരും അർജന്റീന. അതിൻ്റെ ആദ്യ നീക്കം 1930 ഫെബ്രുവരിയിൽ തുടങ്ങി. യൂറോപ്പ് അർജന്റീനയിൽ നിന്ന് ധാന്യവും ബീഫും വാങ്ങുന്നത് നിർത്തി. കാരണം ലളിതം. അർജന്റീനയ്ക്ക് നൽകാൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൈവശം പണമില്ല. സാമ്പത്തിക മാന്ദ്യം രൂക്ഷമാണ്. 1929നും 1932നും ഇടയിൽ അർജന്റീനയുടെ ധാന്യ ബീഫ് കയറ്റുമതി പകുതിയിൽ താഴെയായി കുറഞ്ഞു. ഒരു കാലത്ത് ബ്യൂണസ് അയേഴ്സിൽ നിന്നും റൊസാരിയോയിൽ നിന്നും ഉണക്കിയ ബീഫും കശാപ്പു ചെയ്യപ്പെട്ട മൃഗങ്ങളും ധാന്യങ്ങളും വഹിച്ച് പുറപ്പെട്ടിരുന്ന കപ്പലുകൾ തുറമുഖങ്ങളിൽ നിശ്ചലമായി കിടന്നു. ലണ്ടനിലേക്ക് അയക്കാനായി മാംസം പാക്ക് ചെയ്യുന്ന കോൾഡ് സ്റ്റോറേജ് വെയർഹൌസുകൾ ഭീകരമായ നിശബ്ദതയിലായി. രായ്ക്ക് രാമാനം സമ്പന്നരായിരുന്ന കർഷകരുടെ ഗോതമ്പ് വാങ്ങാൻ ആളില്ലാത്തതിനാൽ വയലിൽ കിടന്ന് നശിച്ചു. കന്നുകാലി വളർത്തൽ കേന്ദ്രങ്ങളിലെ റാഞ്ചേഴ്സ് കന്നുകാലികളെ കാര്യമില്ലാതെ പോറ്റുന്നത് ചെലവേറിയതായതുകൊണ്ട് കൂട്ടത്തോടെ കൊന്നുകളഞ്ഞു. കന്നുകാലികളുടെ തോൽ കൂമ്പാരമായി കിടന്നു. ബീഫ് ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടു. അതേസമയം തന്നെ വൈരുദ്ധ്യം പോലെ അർജന്റീനിയൻ നഗരങ്ങളിൽ പണപ്പെരുപ്പം മൂലം വില കുതിച്ചുയർന്നതുകൊണ്ട് മനുഷ്യർ പട്ടിണി കിടന്നു. ഇതിലെ ഏറ്റവും വേദനാജനകമായ തിരിച്ചടികളിൽ ഒന്ന് നൽകിയത് അർജന്റീനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ബ്രിട്ടനാണ്. പതിറ്റാണ്ടുകളായി ബ്രിട്ടീഷ് കമ്പനികൾ അർജന്റീനയുടെ റെയിൽവേയുടെയും യൂട്ടിലിറ്റികളുടെയും മീറ്റ് പാക്കിംഗ് പ്ലാന്റുകളുടെയും ഭൂരിഭാഗം ഉടമസ്ഥാവകാശം നേടിയിരുന്നു. പക്ഷേ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചപ്പോൾ ബ്രിട്ടൻ തങ്ങളുടെ സ്വന്തം നാട്ടിലെ വ്യവസായങ്ങൾ സംരക്ഷിക്കാൻ മുൻഗണന നൽകി. അർജന്റീനയ്ക്ക് ഇരട്ടടിയായി ബ്രിട്ടീഷ് സർക്കാർ 1932 ഒട്ടാവ കരാർ അവതരിപ്പിച്ചു.
അർജന്റീനയെ പോലെ പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതിന് മുൻപ് തങ്ങളുടെ സ്വന്തം കോളനികളിൽ നിന്ന് വാങ്ങുമെന്നായിരുന്നു ബ്രിട്ടന്റെ പ്രഖ്യാപനം. ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് ബ്രിട്ടൻ പിന്തുണ നൽകി. അങ്ങനെയാണ് ഇന്ന് ഇന്ത്യൻ കയറ്റുമതിയുടെ നട്ടെല്ലായ ബീഫ് സംസ്കരണം ബ്രിട്ടീഷുകാർ ഇവിടെ പ്രോത്സാഹിപ്പിച്ചത്. അർജന്റീനയുടെ നഷ്ടം ഇന്ത്യക്ക് ലാഭമായി. അതിന്നും തുടരുന്നു. അർജന്റീനിയൻ കയറ്റുമതിക്കാർ ഒട്ടാവ കരാറിൽ പരിഭ്രാന്തരായി. ഒരു നീക്കുപോക്കിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി. നീണ്ട ചർച്ചകൾക്കൊടുവിൽ അർജന്റീന 1933 ബ്രിട്ടനുമായി റോക്ക റുൻസിമെൻ കരാർ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം അർജന്റീനയിൽ നിന്ന് ബ്രിട്ടൻ ആവശ്യമുള്ളതിന്റെ ചെറിയൊരു ശതമാനം ബീഫ് വാങ്ങുന്നത് തുടരാമെന്ന് ബ്രിട്ടൻ സമ്മതിച്ചു. എന്നാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. ഈ ബീഫ് അർജന്റീനയിലെ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള മീറ്റ് പാക്കേഴ്സിൽ പ്രോസസ് ചെയ്തതായിരിക്കണം. ബ്രിട്ടീഷ് കമ്പനികൾക്ക് മുൻഗണന നൽകി അർജന്റീനിയൻ റാഞ്ചേഴ്സിനെ തകർക്കുന്ന കരാറായിരുന്നു അത്. അർജന്റീനയ്ക്ക് മറ്റു വഴികളില്ലായിരുന്നു. ഈ കടുത്ത അപമാനഭാരം പേറി തന്നെ അവർ കരാറിൽ ഒപ്പുവെച്ചു. 1930 ആഗോള സാമ്പത്തിക പ്രതിസന്ധി, അതിനെ തുടർന്ന് നിലച്ചുപോയ യൂറോപ്യൻ കയറ്റുമതി, 1933 റോക്ക റുൻസിമെൻ കരാറും അർജന്റീന നിലയില്ലാ കയത്തിലേക്ക് പതിക്കുകയായിരുന്നു. അർജന്റീനിയൻ കർഷകർ തങ്ങളുടെ ഭൂമി തരിശിട്ടു. കർഷകരിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷ് ജൂതന്മാരുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളുടെ കടക്കെണിയിലായി. എല്ലാം നഷ്ടപ്പെടുത്തി. ചെറുപട്ടണങ്ങളിൽ ബാർട്ടർ സമ്പ്രദായം സാധാരണമായി. അർജന്റീനക്കാർ ഗോതമ്പിന് പകരം വസ്ത്രങ്ങൾ, മാംസത്തിന് പകരം ഉപകരണങ്ങൾ, പാലിന് പകരം മരുന്ന് എന്നിവ വിനിമയം ചെയ്തു. പ്രതിസന്ധിയിലായ ഒരു ദരിദ്ര ആഫ്രിക്കൻ രാജ്യത്തേക്കാൾ അർജന്റീന ഗതികെട്ടു. 3 വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രത്തിന്റെ ആ അവസ്ഥ ഞെട്ടിക്കുന്നതായിരുന്നു. ബ്യൂണസ് അയേഴ്സിൽ 1920കളിലെ ബൂം ടൗണിന്റെ തിളക്കം മങ്ങാൻ തുടങ്ങി. ഒരു കാലത്ത് എസ്പ്രസോ ആസ്വദിക്കാനെത്തുന്ന പ്രഭുക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്ന ഗ്രാൻഡ് കഫേകളിൽ ഇപ്പോൾ ഒരു പാത്രം സൂപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്ന തൊഴിലില്ലാത്ത തൊഴിലാളികളുടെ നീണ്ട നിരയാണ്. ഒരിക്കൽ നല്ല ശമ്പളം ലഭിച്ചിരുന്ന ഡോക്കിലെ തൊഴിലാളികൾക്കും റെയിൽവേ ജീവനക്കാർക്കും കപ്പലുകൾ വരാതായതോടെ പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു. ചെറുകിട കച്ചവടക്കാർ, വ്യവസായികൾ, അധ്യാപകർ എന്നിവരുൾപ്പെടെയുള്ള മധ്യവർഗത്തിൻ്റെ കാര്യമായിരുന്നു ഏറ്റവും ദയനീയം. പണപ്പെരുപ്പം അവരുടെ സമ്പാദ്യങ്ങൾ കാർന്നു തിന്നാൻ തുടങ്ങി. ബാങ്കുകളുടെ തകർച്ച സാധാരണമായി. ഒരു കാലത്ത് സ്ഥിരതയുണ്ടെന്ന് കരുതപ്പെട്ടിരുന്ന അർജന്റീനിയൻ പെസോയ്ക്ക് അതിൻ്റെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു. വർഷങ്ങളായി ഒരു വീട് വാങ്ങാൻ അർജന്റീനിയൻ പെസോയിൽ കൂട്ടിവെച്ച കുടുംബങ്ങൾ തങ്ങളുടെ സമ്പാദ്യം കൊണ്ട് പലചരക്ക് സാധനങ്ങൾ പോലും വാങ്ങാൻ തികയില്ലെന്ന് കണ്ട് ഞെട്ടി. അത്രയും സമ്പന്നമായിരുന്ന ഒരു രാജ്യത്തിന് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ പോയ ആ വഞ്ചനാബോധം തലമുറകളോളം നീണ്ടുനിന്ന ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിച്ചു. സാമ്പത്തിക ദുരിതം എപ്പോഴും രാഷ്ട്രീയ കൊടുങ്കാറ്റുകളിലേക്ക് നയിക്കും. ഇനി അർജന്റീനിയൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയേണ്ട സമയമാണ്. സ്പാനിഷ് കപ്പലുകൾ അറ്റ്ലാന്റിക് തീരങ്ങളിൽ എത്തുന്നതിന് മുൻപ് അർജന്റീന എന്ന രാജ്യമില്ല. വലിയ ഹിമാനികളും സമുദ്രങ്ങളും ചേർന്ന് വിഭജിച്ച ആയിരക്കണക്കിന് ചെറുദ്വീപുകളുടെ ഒരു പ്രദേശമായിരുന്നു അത്. വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ആൻഡിയൻ താഴ്വരയിൽ പുരാതന അമേരിന്ത്യൻ ഗോത്രങ്ങളായ ഡയാക്വിറ്റകളും കാൽഷാക്കികളും വസിച്ചു. അവർ മലനിരകളിൽ പടവുകൾ കെട്ടി കൃഷി ചെയ്തിരുന്നു. സങ്കീർണമായ തുണിത്തരങ്ങൾ നെയ്തിരുന്നു. ശക്തരായ ഇൻകാ സൈന്യങ്ങളോട് പോലും അവർ യുദ്ധം ചെയ്തു. ഈ പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങൾ പിന്നീട് ഇൻകാ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അർജന്റീൻ പാമ്പാസിൽ ക്വറാൻറ്റിസ് പോലുള്ള നാടോടി ഗോത്രങ്ങൾ വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചും ജീവിച്ചു. പിന്നീട് യൂറോപ്യന്മാർ കുതിരകളെ കൊണ്ടുവന്നതോടെ അവരുടെ പിൻഗാമികളായ മാപ്പുച്ചകളും മറ്റു ഗോത്രങ്ങളും സമതലങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ച് വലിയ കുതിരപ്പടയാളികളും റോഡിയോകളുമായി മാറി. വടക്കുകിഴക്ക് ഗുറാനി ജനത നദിക്കരകളിൽ താമസിച്ച് മരച്ചീനിയും ചോളവും കൃഷി ചെയ്തു. 1516 സ്പാനിഷ് പര്യവേക്ഷകനായ ജുവാൻ ഡയസ് ഡി സോളിസ് വിശാലമായ റിയോ ഡി ലാ പ്ലാറ്റയുടെ അഴിമുഖത്തേക്ക് കപ്പലടുപ്പിച്ചു. എന്നാൽ വന്നിറങ്ങിയ പാടെ പ്രദേശത്തെ അമേരിന്ത്യൻ ഗോത്രക്കാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. സ്പെയിൻകാർ ശ്രമം തുടർന്നു. തുടർച്ചയായി സംഘങ്ങളെ അയച്ചു. 1536 സ്പെയിൻകാർ ബ്യൂണസ് അയേഴ്സ് നഗരം സ്ഥാപിച്ചു. ഇത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഒന്നാം ബ്യൂണസ് അയേഴ്സ് നഗരമെന്നാണ്. അതൊരു ദുരന്തമായിരുന്നു. സ്പാനിഷ് കുടിയേറ്റക്കാർ യുദ്ധവും രോഗങ്ങളും പട്ടിണിയും മൂലം നരകിച്ചു. പാമ്പുകളെയും എലികളെയും അവരുടെ കുതിരകളെപ്പോലും തിന്നാൻ തുടങ്ങി. സ്പാനിഷ് കുടിയേറ്റക്കാർ തദ്ദേശീയ ഗോത്രങ്ങളെ ആക്രമിച്ചു. നിരന്തര ശ്രമങ്ങൾക്ക് ശേഷം 5 വർഷത്തിനുള്ളിൽ സ്പെയിൻകാർ ഒന്നാം ബ്യൂണസ് അയേഴ്സ് നഗരം ഉപേക്ഷിച്ച് വടക്കോട്ട് പരാഗ്വേയിലേക്ക് പലായനം ചെയ്തു. സ്പെയിൻ വീണ്ടും ശ്രമിച്ചു. 1580 ജുവാൻ ഡി ഗരായ് ബ്യൂണസ് അയേഴ്സ് എന്ന പേരിൽ രണ്ടാം ബ്യൂണസ് അയേഴ്സ് നഗരം അവിടെ തന്നെ സ്ഥാപിച്ചു. ഇത്തവണ അത് നിലനിന്നു. രാഷ്ട്രീയപരമായി ബ്യൂണസ് അയേഴ്സ് പെറുവിലെ ലിമയിൽ നിന്ന് ഭരിക്കുന്ന വിശാലമായ വൈസ്രോയാലിറ്റി ഓഫ് പെറുവിൻ്റെ ഭാഗമായി. 2 നൂറ്റാണ്ടോളം ബ്യൂണസ് അയേഴ്സ് അവഗണിക്കപ്പെട്ട് കിടന്നു. ബ്യൂണസ് അയേഴ്സ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒരു മികച്ച വ്യാപാരപാതയിൽ തന്നെയാണ്. എന്നാൽ ബൊളീവിയയിലെ സമ്പന്നമായ പോട്ടോസി ഖനികളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വെള്ളി പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ ബ്യൂണസ് അയേഴ്സ് തുറമുഖം ഉപകരിക്കുമായിരുന്നില്ല. ഒന്ന്, ആ തുറമുഖത്ത് അടിഞ്ഞ ചെളിയാണ്. രണ്ടാമതായി, ആ തുറമുഖത്തേക്കുള്ള കരപ്രദേശത്തെ കനത്ത വെള്ളക്കെട്ടും. അതിനാൽ തന്നെ സ്പെയിൻ ബൊളീവിയയിലെ വെള്ളി കൊണ്ടുപോകുന്നത് ലിമ, പനാമ എന്നീ തുറമുഖങ്ങൾ വഴിയാക്കി.
എന്നാൽ ആരും ശ്രദ്ധിക്കാനില്ലാതെ അനാഥമായി കിടന്ന ബ്യൂണസ് അയേഴ്സ് തുറമുഖം ആവശ്യമുള്ളൊരു കൂട്ടരുണ്ടായിരുന്നു. കള്ളക്കടത്തുകാർ. പോർച്ചുഗീസ്, സ്പാനിഷ് കള്ളക്കടത്തുകാർ അനധികൃതമായി ബൊളീവിയയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വെള്ളി കള്ളക്കടത്തായി യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നത് ബ്യൂണസ് അയേഴ്സ് തുറമുഖം വഴിയായിരുന്നു. കള്ളക്കടത്ത് ബ്യൂണസ് അയേഴ്സിന്റെ ജീവനാഡിയായി. യൂറോപ്പിലെ ഒന്നാംകിട ക്രിമിനലുകൾ ആ നഗരത്തിൽ തമ്പടിച്ചു. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലമായി ബ്യൂണസ് അയേഴ്സ് മാറി. അവിടെ നിയമവാഴ്ചയുണ്ടായിരുന്നില്ല. ആർക്കും ആരെയും കൊല്ലാം, പിടിച്ചുപറിക്കാം, ബലാത്കാരം ചെയ്യാം, ശിക്ഷിക്കപ്പെടില്ല. 1700 ആണ്ടോടെ ബ്യൂണസ് അയേഴ്സിന് അവഗണിക്കാനാവാത്തത്ര പ്രാധാന്യം കൈവന്നു. സ്പെയിനിന്റെ പുതിയ ഭരണാധികാരികളായ ബർബണുകൾ വിശാലമായ സ്പാനിഷ് സാമ്രാജ്യത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തി. 1776 അവർ വൈസ്രോയലിറ്റി ഓഫ് ദ റിയോ ഡി ലാ പ്ലാറ്റ സ്ഥാപിച്ചു. അതിൻ്റെ തലസ്ഥാനമായിരുന്നു ബ്യൂണസ് അയേഴ്സ്. ക്രിമിനലുകളെ തിരഞ്ഞുപിടിച്ച് വെടിവെച്ച് കൊന്നു. 1 വർഷം കൊണ്ട് കൊല്ലപ്പെട്ടത് ഏതാണ്ട് 12,000 കുറ്റവാളികളാണെന്ന് ചരിത്രം പറയുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ വേട്ട. പെട്ടെന്ന് നഗരം ഒരു കള്ളക്കടത്ത് കേന്ദ്രത്തിൽ നിന്ന് ആധുനിക ഉറുഗ്വേ, പരാഗ്വേ, ബൊളീവിയ എന്നിവ ഉൾപ്പെടുന്ന മൈനിങ് ബെൽറ്റിന്റെ ഒരു രാഷ്ട്രീയ കേന്ദ്രമായി ഉയർന്നു. ബ്യൂണസ് അയേഴ്സ് കൂടുതൽ സമ്പന്നമായി. രാഷ്ട്രീയ അധികാരവും സാമ്പത്തിക ശക്തിയും കൂടിച്ചേർന്ന അയേഴ്സിലെ ഉന്നതർ അർജന്റീനയുടെ റൂളിംഗ് ക്ലാസ്സായി മാറി. അതേസമയം യൂറോപ്പിലെ നെപ്പോളിയന്റെ യുദ്ധങ്ങൾ എല്ലാം ഇളക്കിമറിച്ചു. 1806 1807 ബ്രിട്ടീഷ് സൈന്യം ബ്യൂണസ് അയേഴ്സ് ആക്രമിച്ചു. യുദ്ധത്തിൽ സ്പാനിഷ് സൈന്യം പരാജയപ്പെട്ടു. എന്നാൽ അവിടുത്തെ പ്രദേശവാസികളും സാധാരണക്കാരുമായ പോർട്ടനോസ് 2 തവണയും നഗരം പ്രതിരോധിക്കുകയും ബ്രിട്ടീഷുകാരെ പുറത്താക്കുകയും ചെയ്തു. അവർക്ക് കൂറ് സ്പെയിനിനോടായിരുന്നു. പിന്നീട് 1808 നെപ്പോളിയൻ സ്പെയിനിനെ ആക്രമിച്ച് തോൽപ്പിച്ചു. രാജാവായ ഫെർഡിനാൻഡ് 7 സ്ഥാനഭ്രഷ്ടനാക്കി. സ്വന്തം സഹോദരൻ ജോസഫ് ബോണപാർട്ടിനെ രാജാവായി വാഴിച്ചു. അതോടെ സർവത്ര ആശയക്കുഴപ്പമായി. കോളനികൾ ഇനി ആരെയാണ് അനുസരിക്കേണ്ടത്? ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ 1810 മെയ് മാസത്തിൽ അർജന്റീനിയൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. വിദേശ കോളനി ഭരണത്തിൽ നിന്ന് മോചനത്തിനായുള്ള പോരാട്ടം. മെയ് മാസ വിപ്ലവം വിജയമായി. വൈസ്രോയിയെ പുറത്താക്കി വിപ്ലവകാരികൾ പ്രിമേറ ജണ്ട എന്ന താൽക്കാലിക ഭരണ സംവിധാനം രൂപീകരിച്ചു. സ്പെയിൻ നിയമിക്കാത്ത ബ്യൂണസ് അയേഴ്സിലെ ആദ്യത്തെ ഭരണകൂടമായിരുന്നു പ്രിമേറ ജണ്ട. അതായിരുന്നു അർജന്റീനയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ തിരുനാളം. ഓർക്കണം, 1810 അർജന്റീന എന്നൊരു രാജ്യമോ അത്തരമൊരു സങ്കല്പമോ ഇല്ല. ഉള്ളത് ബ്യൂണസ് അയേഴ്സ് എന്ന തുറമുഖ നഗരവും അതിനു ചുറ്റുമുള്ള ചില പ്രവിശ്യകളും പിന്നെ വിജനമായ സമതലങ്ങളും മാത്രം. വിപ്ലവകാരികളുടെ സൈന്യങ്ങൾ വടക്കും പടിഞ്ഞാറും സ്പാനിഷ് ലോയലിസ്റ്റുകളുമായി യുദ്ധം ചെയ്തു. അപ്പർ പെറുവിൽ മാനുവൽ ബെൽഗ്രാനോ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകി. ചരിത്രം കണ്ട ഏറ്റവും മഹാനായ ജനറലായ ഹോസെ ഡി സാൻ മാർട്ടിൻ 1817 ഐതിഹാസികമായി ആൻഡീസ് പർവ്വതനിരകൾ താണ്ടി ചിലിയെ മോചിപ്പിച്ചു. തുടർന്ന് പെറുവിനെ മോചിപ്പിക്കാൻ മുന്നോട്ട് നീങ്ങി. എന്നാൽ സാൻ മാർട്ടിൻ തെക്കേ അമേരിക്കയെ സ്വതന്ത്രമാക്കുമ്പോൾ അർജന്റീന തന്നെ ശിഥിലമാവുകയായിരുന്നു. ബ്യൂണസ് അയേഴ്സ് അധികാരം കേന്ദ്രീകരിക്കാനാണ് ആഗ്രഹിച്ചത്. ചുറ്റുമുള്ള പ്രവിശ്യകൾക്ക് അതിഷ്ടമായില്ല. അവർക്ക് സ്വയംഭരണം വേണമായിരുന്നു. അങ്ങനെ വിപ്ലവകാരികൾക്കിടയിൽ 2 വിഭാഗങ്ങൾ ഉയർന്നു വന്നു. ബ്യൂണസ് അയേഴ്സ് കേന്ദ്രീകരിച്ച് ശക്തമായ തെക്കേ അമേരിക്കൻ റിപ്പബ്ലിക് സ്വപ്നം കണ്ട യൂണിറ്റേറിയൻസും പ്രാദേശിക സ്വയംഭരണം ആവശ്യപ്പെട്ട ഫെഡറലിസ്റ്റുകളും. സ്പെയിൻകാർ തോറ്റോടി. പക്ഷേ വിപ്ലവകാരികൾ ചേരിതിരിഞ്ഞ് പോരാടി. അവസാനിക്കാത്ത ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് ആൻഡീസ് താഴ്വര വഴുതി വീണു. ശക്തമായ കേന്ദ്രീകൃത ഭരണമില്ലാതിരുന്നതിനാൽ ക്വാഡില്ലോസ് എന്നറിയപ്പെട്ട പ്രാദേശിക യുദ്ധപ്രഭുക്കന്മാരാണ് നാട് ഭരിച്ചിരുന്നത്. അവരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു 1829 മുതൽ 1852 വരെ ബ്യൂണസ് അയേഴ്സിന്റെ ഗവർണറായിരുന്ന ഹുവാൻ മാനുവൽ ഡി റോസാസ്. വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം റോസാസിന്റെ മുൻകൈയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിച്ചു. ബ്യൂണസ് അയേഴ്സിൽ ചുവപ്പ് ഫെഡറലിസ്റ്റ് ഫ്ലാഗ് പറന്നു. വെള്ളി എന്നർത്ഥമുള്ള ലാറ്റിൻ വാക്കായ അർജന്റത്തിൽ നിന്ന് അർജന്റീന എന്ന രാഷ്ട്രസങ്കല്പം രൂപം കൊണ്ടു. ഇരുമ്പ് മുഷ്ടി കൊണ്ട് ഭരണം നടത്തിയ റോസാസ് എതിരാളികളെ നിശബ്ദരാക്കാൻ മസോർക്ക എന്ന രഹസ്യ പോലീസിനെ ഉപയോഗിച്ചു. അദ്ദേഹം വിദേശ ശക്തികളെയും ചെറുത്തു. ബ്രിട്ടനും ഫ്രാൻസും അർജന്റീനയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു. റോസാസ് ഉറച്ചു നിന്നു. എന്നാൽ റോസാസ് ഒരു ഔതോറിറ്റേറിയൻ ഭരണാധികാരിയായിരുന്നു. 20 വർഷത്തിലേറെയായി അർജന്റീന എന്ന രാജ്യസങ്കല്പത്തെ അദ്ദേഹം സ്വകാര്യ എസ്റ്റേറ്റ് പോലെ കൊണ്ടു നടന്നു. 1852 ബാറ്റിൽ ഓഫ് കാസറോസിൽ മറ്റൊരു കൗഡിലോ യുദ്ധപ്രഭുവായ ജസ്റ്റോ ഹോസെ ഡി ഉർക്വിസ അദ്ദേഹത്തെ അട്ടിമറിച്ചു. റോസാസ് ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്തു. അവിടെ തൻ്റെ ജീവിതകാലം മുഴുവൻ കാലികളെ മേച്ച് ജീവിച്ചു. റൊസാസിന്റെ പതനത്തിന് ശേഷം അർജന്റീനയ്ക്ക് ഒരു പുതിയ സിസ്റ്റം ആവശ്യമായിരുന്നു. 1853 മിക്ക പ്രൊവിൻസുകളും ഒരു ഭരണഘടന അംഗീകരിച്ചു. ഇത് അമേരിക്കൻ ശൈലിയിലുള്ള ജനാധിപത്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായിരുന്നു. ഫെഡറൽ സിസ്റ്റം, അധികാര വിഭജനം, വ്യക്തിഗത അവകാശങ്ങൾ എന്നിവയെല്ലാം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. എന്നിട്ടും ബ്യൂണസ് അയേഴ്സ് അർജന്റീനിയൻ രാജ്യത്തിൽ ചേരാൻ വിസമ്മതിച്ചു. അവർ ഒരു പ്രത്യേക രാജ്യമായി പിരിഞ്ഞുപോയി. 1862 മാത്രമാണ് അത് വീണ്ടും അർജന്റീനയോട് ചേർന്നത്. പിന്നീടാണ് രാജ്യം കെട്ടിപ്പടുത്ത നേതാക്കളുടെ വരവ്. ഇന്ത്യക്ക് സർദാർ വല്ലഭായ് പട്ടേൽ ആരായിരുന്നു? അതായിരുന്നു അർജന്റീനയ്ക്ക് ബർത്തലോമി മിത്രേ. അദ്ദേഹം ദേശീയ ഐക്യം മുന്നോട്ട് കൊണ്ടുപോയി. അർജന്റീനയിൽ ചേരാത്തവരെ നയം കൊണ്ടും ഭീഷണി കൊണ്ടും ബലം പ്രയോഗിച്ചും വരുതിയിലാക്കി. വിദ്യാഭ്യാസത്തിലും ആധുനികവൽക്കരണത്തിലും ശ്രദ്ധ ചെലുത്തി രാജ്യത്തെ മുന്നോട്ട് നയിച്ച ജവഹർലാൽ നെഹ്റുവായിരുന്നു ഡൊമിംഗോ ഫാസ്റ്റിനോ സാർമിയന്റോ. ഭൂമി പിടിച്ചെടുത്ത് ദേശസാൽക്കരിച്ചതും കൃഷി വ്യാപകമാക്കിയതും നിക്കോളാസ് അവലാനഡ ആയിരുന്നു.
ഇവരെല്ലാം ചേർന്ന് 1870കളിലെ കോൺക്വസ്റ്റ് ഓഫ് ദ ഡെസേർട്ട് ഓപ്പറേഷനിലൂടെ പാറ്റഗോണിയയിലും പാമ്പാസിലുമുള്ള തദ്ദേശീയ ജനതയ്ക്കെതിരെ യുദ്ധം ചെയ്ത് അർജന്റീനയുടെ വിസ്തൃതി 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ഒടുവിൽ ഏകീകരണത്തിന് ശേഷം 1880-ൽ ബ്യൂണസ് അയേഴ്സ് ഫെഡറൽ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. നഗരവും പ്രവിശ്യകളും തമ്മിലുള്ള നീണ്ട പോരാട്ടം അവസാനിച്ചു. ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് അർജന്റീന പൂർണ്ണതോതിൽ സജ്ജമായി. 1880 മുതൽ 1916 വരെയുള്ള കാലം അർജന്റീനയുടെ ഗോൾഡൻ ഏജായി കണക്കാക്കപ്പെടുന്നു. രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചു. നാം നേരത്തെ കണ്ട കയറ്റുമതിയും കൃഷിയും കന്നുകാലി വളർത്തലും കുടിയേറ്റക്കാരും വിദേശ നിക്ഷേപവും എല്ലാം ചേർന്ന് അർജന്റീനിയൻ രാഷ്ട്രീയത്തെയും കൊഴുപ്പിച്ചു. രാഷ്ട്രീയപരമായി അർജന്റീന ഒരു ഒലിഗാർക്കിയായിരുന്നു. ഭരണം ഒരു ചെറിയ വിഭാഗം ഭൂവുടമകളുടെയും വ്യാപാരികളുടെയും കയ്യിലാണ്. അവരുടെ പാർട്ടിയായ പാർട്ടിയുടെ ഓട്ടോണമിസ്റ്റ് നാഷണൽ എന്ന പാൻ പാർട്ടി തട്ടിപ്പും വെട്ടിപ്പും വഴി തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിച്ചു. സാധാരണക്കാരായ കുടിയേറ്റ തൊഴിലാളികൾ, ഗോച്ചോസ്, ചെറുകിട കർഷകർ എന്നിവർക്ക് ഭരണത്തിൽ കാര്യമായ പങ്കുണ്ടായിരുന്നില്ല. 1900 തുടക്കത്തോടെ നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പുകൾ വേണമെന്ന മുറവിളി തുടങ്ങി. 1912-ൽ സയൻസ് പീനൽ ലോ പാസായി. സാർവത്രിക വോട്ടവകാശവും രഹസ്യ ബാലറ്റും നിലവിൽ വന്നു. 1916-ൽ അർജന്റീനയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടന്നു. റാഡിക്കൽ സിവിക് യൂണിയൻ എന്ന UCR പാർട്ടിയുടെ നേതാവായ ഹിപ്പോലിറ്റോ റിഗോയൻ വിജയിയായി. റിഗോയൻ ജനപ്രിയനായിരുന്നു. അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. വിദ്യാഭ്യാസം വ്യാപിപ്പിച്ചു. മധ്യവർഗത്തിനും തൊഴിലാളി വർഗത്തിനും ഭരണത്തിൽ പ്രാതിനിധ്യം നൽകി. യാഥാസ്ഥിതികർ അദ്ദേഹത്തിന്റെ പോപ്പുലിസത്തെ വെറുത്തു. തൊഴിലാളികൾക്ക് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യമായിരുന്നു. 1919-ൽ ബ്യൂണസ് അയേഴ്സിലെ പണിമുടക്കുകൾ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളായി മാറി. 100 കണക്കിന് ആളുകൾ മരിച്ചു. 1920-കളിൽ കൂടുതൽ പരിഷ്കരണം കൊണ്ടുവന്നു. പൊട്ടലും ചീറ്റലും എല്ലാം ഉണ്ടായെങ്കിലും റിഗോയൻ ഒരുവിധം തെറ്റില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. ഇനി നമ്മുടെ കഥയിലേക്ക് തിരികെ വരാം. വർഷം 1930 ആഗോള സാമ്പത്തിക മാന്ദ്യം, അർജന്റീനയുടെ നിലച്ച കയറ്റുമതി, ഒട്ടാവ കരാർ എല്ലാം സംഭവിച്ച് നിർത്തിയെടുത്തു നിന്ന് തുടരാം. വലിയ സാമ്പത്തിക മാന്ദ്യം ആരംഭിച്ച് ഒരു വർഷത്തിന് ശേഷം 1930-ൽ അർജന്റീനയിൽ അതിന്റെ ആദ്യത്തെ ആധുനിക സൈനിക അട്ടിമറി നടന്നു. ജനറൽ ഹോസെ ഫെലിക്സ് ഉറിബുറു പ്രസിഡന്റ് ഹിപ്പോലിറ്റോ റിഗോയനെ അട്ടിമറിച്ചു. ഒരിക്കൽ തുറന്ന സൈനിക അട്ടിമറികളുടെ ആ വാതിൽ പിന്നെ ഒരിക്കലും അടഞ്ഞിട്ടില്ല. അടുത്ത 1/2 നൂറ്റാണ്ടോളം അട്ടിമറികളും ജനറൽമാരും അരക്ഷിതാവസ്ഥയും അർജന്റീനയെ വീണ്ടും വീണ്ടും വേട്ടയാടി. 5 പതിറ്റാണ്ടിനുള്ളിൽ അർജന്റീനയിൽ 6 വിജയകരമായ പട്ടാള അട്ടിമറികളും വിജയിക്കാതെ പരാജയപ്പെട്ട എണ്ണമറ്റ ശ്രമങ്ങളും ഉണ്ടായി. സാധാരണ അർജന്റീനിയൻ ജനതയ്ക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി. ഭക്ഷണം പോലും വാങ്ങാൻ പ്രയാസമായിരിക്കുമ്പോൾ ബാലറ്റ് ബോക്സിന് സമൃദ്ധി നൽകാൻ കഴിയുമെന്ന ആശയം അവർക്ക് പരിഹാസ്യമായിരുന്നു. അർജന്റീനയുടെ ഭാവിയിലെ സ്വേച്ഛാധിപത്യങ്ങളുടെ എല്ലാം വിത്തുകൾ ഈ സാമ്പത്തിക തകർച്ച ഒഴുതിട്ട മണ്ണിലാണ് വേരുപിടിച്ചത്. പട്ടാളം ജനങ്ങളോട് ആദ്യഘട്ടത്തിൽ സത്യം മാത്രമാണ് സംസാരിച്ചത്. അവർ പറഞ്ഞു, ആശ്രിതത്വമാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചത്. കയറ്റുമതിയെ മാത്രമാണ് അർജന്റീന ആശ്രയിച്ചത്. മറ്റുള്ള ഒരു വ്യവസായത്തിലും ഭരണാധികാരികൾ നിക്ഷേപിച്ചില്ല. രാജ്യം അതിൻ്റെ എല്ലാ മുട്ടകളും ഒരു കുട്ടയിലിട്ടു. ആ കുട്ട വീണപ്പോൾ എല്ലാം തകർന്നു. US പോലുള്ള മറ്റ് രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തോട് പ്രതികരിച്ചത് ആഭ്യന്തര വ്യവസായങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടാണ്. എന്നാൽ അർജന്റീന അതിനും ശ്രമിച്ചില്ല. ധനികരായ ഭൂവുടമകൾ വൈവിധ്യവൽക്കരണത്തെ എതിർത്തു. പട്ടാളം ഉച്ചഭാഷിണിയിലൂടെയും റേഡിയോയിലൂടെയും ജനങ്ങളോട് തുടർച്ചയായി ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. പട്ടാളം അധികാരമേറ്റെടുത്ത ശേഷവും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ജനങ്ങളുടെ പട്ടിണി മാറ്റാനും കയറ്റുമതി സ്തംഭനം ഒഴിവാക്കി പുതിയ വിപണികൾ കണ്ടുപിടിക്കാനും കാര്യമായ ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല. ദിശ നഷ്ടപ്പെട്ട കപ്പലിനെ പോലെ പട്ടാള ജനറൽമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്ത് അർജന്റീനയിലെ ജനങ്ങളെ പരിഹസിച്ചു. 1930-ലെ പട്ടാള അട്ടിമറി ഭരണം 10 വർഷം കഴിഞ്ഞ് 1940-ലെത്തിയപ്പോൾ അടുത്ത വഴിത്തിരിവ് വന്നു. അർജന്റീനിയൻ ചരിത്രത്തിലെ ഐതിഹാസിക പുരുഷൻ എന്നൊരു വിഭാഗവും ലോകത്തിലെ തന്നെ ഏറ്റവും കോമാളിയായ ഏകാധിപതി എന്ന മറുവിഭാഗവും ജുവാൻ ഡൊമിംഗോ പെറോൺ ചിത്രത്തിൽ വരുന്നത് 1940-കളിലാണ്. സൈനിക ജനറലായിരുന്ന പെറോൺ സൂത്രത്തിൽ ഭരണത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചെടുത്ത് മുഴുവൻ സൈനിക വിഭാഗങ്ങളുടെയും പിന്തുണ നേടിയെടുത്തു. പെറോണിന് ഒരേ സമയം കരിസ്മയും ഇവ എവിറ്റ പെറോൺ എന്നൊരു ഭാര്യയും ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് അയാളെ ഒരേ സമയം ഏകാധിപതിയും കോമാളിയുമാക്കിയത്. അർജന്റീനയെ തച്ചുടച്ച നരകത്തിൽ നിന്ന് വന്ന സ്ത്രീ എന്നാണ് ഇന്നും ബഹുഭൂരിപക്ഷം അർജന്റീനക്കാരും പെറോണിന്റെ ഭാര്യ ഇവ പെറോണിനെ വിശേഷിപ്പിക്കുന്നത്. നിരവധി പതിറ്റാണ്ടുകൾ ഭർത്താവിനെ മുന്നിൽ നിർത്തി അവർ അർജന്റീന ഭരിച്ചു. അവർ ഒരു കൾച്ചറൽ ഐക്കണായി മാറി. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പെറോണിസം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർ കെട്ടിപ്പടുത്തു. പെറോണിന്റെ തന്ത്രം വളരെ ലളിതമായിരുന്നു. തൊഴിലാളി വർഗത്തിന്റെ വിശ്വാസം നേടുക. അദ്ദേഹം വ്യവസായങ്ങൾ ദേശസാൽക്കരിച്ചു, വേതന വർധനവ് നൽകി, ക്ഷേമ പദ്ധതികൾ വികസിപ്പിച്ചു, സാധാരണക്കാരുമായി നേരിട്ട് സംവദിച്ചു. എവിറ്റ പെറോൺ ഫാക്ടറികൾ സന്ദർശിക്കുകയും തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യുകയും വേദിയിൽ കുഞ്ഞുങ്ങളെ ചുംബിക്കുകയും ചെയ്ത് പാവങ്ങളെ കയ്യിലെടുത്തു. ജനങ്ങൾക്ക് അവരൊരു രാജകുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിരുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പെറോണിന്റെ നയങ്ങൾ
നയങ്ങൾ ഹ്രസ്വകാലത്തേക്ക് സമൂഹത്തിൽ സംതൃപ്തി സൃഷ്ടിച്ചെങ്കിലും അത് പതിയെ അർജന്റീനയെ ഒരു ഇൻവേർഡ് ലുക്കിംഗ് എക്കണോമിയാക്കി മാറ്റി. കയറ്റുമതിയെയും ആഗോള വ്യാപാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പെറോൺ ഇറക്കുമതിക്ക് പകരം വയ്ക്കാൻ സ്വദേശി വ്യവസായവൽക്കരണം, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ അഥവാ ISI പ്രോത്സാഹിപ്പിച്ചു. നമുക്ക് സ്വന്തമായി കാറുകളോ റേഡിയോകളോ വസ്ത്രങ്ങളോ നിർമ്മിക്കാൻ കഴിയുമ്പോൾ പിന്നെ എന്തിനാണ് അത് ഇറക്കുമതി ചെയ്യുന്നത്? അതായിരുന്നു പെറോണിന്റെ ലളിതമായ ചോദ്യം. അതിനുവേണ്ടി അയാൾ ഉയർന്ന തീരുവകളും സർക്കാർ സബ്സിഡികളും നൽകി അതിന്റെ ആഭ്യന്തര വ്യവസായങ്ങൾ സംരക്ഷിക്കാൻ തുടങ്ങി. ആദ്യം ഇത് നല്ലൊരു ആശയമായി തോന്നി. ഫാക്ടറികൾ ഉയർന്നു, തൊഴിലുകൾ സൃഷ്ടിക്കപ്പെട്ടു, മധ്യവർഗം വികസിച്ചു. എന്നാൽ അധികം താമസിയാതെ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഈ ഫാക്ടറികളിൽ പലതും കാര്യക്ഷമമായിരുന്നില്ല. അന്താരാഷ്ട്ര എതിരാളികളെക്കാൾ ഉയർന്ന വിലയിൽ നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് അർജന്റീന നിർമ്മിച്ചത്. അവരുണ്ടാക്കിയ കാറുകൾ ഓടിയില്ല. അവരുടെ സൈക്കിളുകൾ 40 കിലോയിലധികം ഭാരമുള്ള ഒരാൾ കയറിയിരുന്നാൽ ഒടിഞ്ഞു വീഴുന്നതായിരുന്നു. അവരുടെ റേഡിയോകൾ 2 ദിവസത്തിലധികം പാടിയില്ല. അവരുണ്ടാക്കിയ വസ്ത്രങ്ങൾ ആദ്യ അലക്കിൽ തന്നെ നിറം മങ്ങി. ഈ ഒന്നിനും കൊള്ളാത്ത സാധനങ്ങൾ വാങ്ങാൻ അർജന്റീനക്കാർ നിർബന്ധിതരായി. ഇറക്കുമതി ചെയ്തിരുന്നെങ്കിൽ വില കുറയുമായിരുന്ന അടിസ്ഥാന ഉൽപ്പന്നങ്ങൾക്ക് സാധാരണ അർജന്റീനക്കാർ കൂടുതൽ പണം നൽകേണ്ടി വന്നു. ഇത് ഒരു പ്രാദേശിക ബേക്കറി ഉടമയോട് ഐഫോൺ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നതിന് തുല്യമായിരുന്നു. അവർക്ക് ശ്രമിച്ചു നോക്കാം, പക്ഷേ അതൊരിക്കലും സാധിക്കില്ലെന്ന് തീർച്ച. പെറോണിന്റെ വട്ടിൽ അർജന്റീന ഒന്നും ഇറക്കുമതി ചെയ്യാതെ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ രാഷ്ട്രീയമായും രാജ്യം ഒറ്റപ്പെടാൻ തുടങ്ങി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ കയറ്റുമതിയെയും ആഗോള വിപണിയെയും പൂർണ്ണമായി സ്വീകരിച്ച് പുനർനിർമ്മിച്ചപ്പോൾ അർജന്റീന അതിന്റെ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. 1950കളിൽ യുദ്ധത്തിൽ തകർന്ന ജപ്പാൻ കാറുകൾ, ഇലക്ട്രോണിക്സ്, സ്റ്റീൽ എന്നിവ കയറ്റുമതി ചെയ്ത് രാജ്യം പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. അതേസമയം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ അർജന്റീന ഒന്നിനും കൊള്ളാത്ത കാറുകളും വിദേശത്ത് ആർക്കും വേണ്ടാത്ത റേഡിയോകളും നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഫലം, ജപ്പാൻ കുതിച്ചുയർന്നു, അർജന്റീന നിശ്ചലമായി. 1950കളിലും 60കളിലും സഹികെട്ട് സൈന്യം വീണ്ടും ഇടപെട്ടു. പെറോണിനെ 1955 സ്ഥാനഭ്രഷ്ടനാക്കുകയും നാടുകടത്തുകയും രാഷ്ട്രീയത്തിൽ നിന്ന് വിലക്കുകയും ചെയ്തു. 1955നും 1973നും ഇടയിൽ അർജന്റീനയിൽ ഹ്രസ്വകാല സർക്കാരുകളുടെ പരമ്പരയായിരുന്നു. പ്രസിഡന്റുമാർ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും സൈന്യം വീണ്ടും ഇടപെട്ടു. ഓരോ സൈനിക അട്ടിമറിക്കൊപ്പവും സാമ്പത്തിക നിലപാടുകളും മാറിമറിഞ്ഞു. ഒരു സർക്കാർ സ്വതന്ത്ര വിപണികളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അടുത്ത സർക്കാർ വ്യവസായങ്ങൾ വീണ്ടും ദേശസാൽക്കരിച്ചു. ഇത് നിക്ഷേപകരെ അകറ്റി. 1955 മുതൽ 1973 വരെയുള്ള 18 വർഷത്തിനുള്ളിൽ അർജന്റീനയ്ക്ക് 10 വ്യത്യസ്ത പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ആർക്കും സങ്കല്പിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. 1978 അർജന്റീന ഫിഫ ലോകകപ്പ് നേടിയപ്പോൾ ആഘോഷിച്ച മനുഷ്യരെല്ലാം കാലിവയറുമായാണ് ആ തണുപ്പിൽ നൃത്തം ചവിട്ടിയതെന്ന് ലോകം തിരിച്ചറിഞ്ഞു. 1980കളുടെ തുടക്കത്തിൽ അർജന്റീന വിദേശക്കടത്തിൽ മുങ്ങിത്താണു. പെറോണിസം ചില്ലറ ദുരിതങ്ങളല്ല അർജന്റീനക്ക് സമ്മാനിച്ചതെന്ന് പറഞ്ഞല്ലോ. ജനങ്ങളെ കയ്യിലെടുക്കാൻ പെറോണും ഭാര്യയും ചേർന്ന് നടപ്പാക്കിയ സൗജന്യങ്ങൾ വാരിക്കോരി നൽകൽ പദ്ധതി ആ രാജ്യത്തിന് നടുവൊടിച്ചുകൊണ്ടിരുന്നു. 1950കളുടെ തുടക്കത്തോടെ അർജന്റീനയുടെ കരുതൽ ധനം വറ്റാൻ തുടങ്ങി. സർക്കാർ ചിലവുകൾ നിലനിർത്താൻ കൂടുതൽ പെസോകൾ അച്ചടിച്ചപ്പോൾ പണപ്പെരുപ്പം വർദ്ധിച്ചു. അർജന്റീനയിലെ പണപ്പെരുപ്പം ലോകത്തിലെ മറ്റേതൊരു സാമ്പത്തിക പ്രതിസന്ധിയോടും ഉപമിക്കാൻ പറ്റാത്തത്രയും ദയനീയമായിരുന്നു. ഒരു പാക്കറ്റ് ബ്രെഡിന് ഒരു ദിവസം തന്നെ 3 തവണ വില മാറും. രാവിലെ അതിന് 5 പെസോ ആണെങ്കിൽ ഉച്ചയ്ക്ക് അത് 8 പെസോ ആകും, വൈകിട്ട് 10 പെസോ. ഉദാഹരണത്തിന് ബാർബർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി തൻ്റെ കടയ്ക്ക് മുന്നിലെ സ്ലേറ്റിൽ കട്ടിങ്ങിന് 10 പെസോ എന്ന് കൂലി എഴുതിയിടും. ഉച്ചയ്ക്ക് ബ്രെഡിൻ്റെ വില വർദ്ധിക്കുന്നത് കണ്ട് അദ്ദേഹം ആ കൂലി 15 പെസോ എന്ന് മാറ്റി എഴുതും. വൈകിട്ട് വീണ്ടും മുടിവെട്ടിന് കൂലി 20 പെസോ ആക്കും. ഒന്നിനും ഒരു കൃത്യതയുമില്ല. ശമ്പളം കിട്ടുന്ന ദിവസം തന്നെ വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്യുമ്പോൾ ഇരട്ടി വിലയായിരിക്കും. ഇത് 2 പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. 1, സാധനങ്ങൾക്ക് ക്ഷാമമായി. 2, കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും. ബ്രെഡും പാസ്തയും പാലും പെട്രോളും ഡീസലും മുതൽ സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങൾ വരെ കരിഞ്ചന്തയിൽ വിറ്റു. അർജന്റീനയിലെ ഷാഡോ എക്കോണമി പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണമെന്ന് പെറോണിന് അറിയാമായിരുന്നില്ല. 1952 33-ാം വയസ്സിൽ എവിറ്റ ക്യാൻസർ ബാധിച്ചു മരിച്ചു. രാജ്യത്ത് നിർബന്ധിത ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പെറോൺ കൂടുതൽ സ്വേച്ഛാധിപതിയും ക്രൂരനുമായി. അദ്ദേഹം വിമർശകരെ നിശബ്ദരാക്കി, പത്രങ്ങൾ സെൻസർ ചെയ്തു, കത്തോലിക്ക സഭയുമായി ഏറ്റുമുട്ടി. 1955ഓടെ പട്ടാള അട്ടിമറിയിൽ രാജ്യം വിടേണ്ടി വന്നെങ്കിലും 1970കളിൽ പെറോൺ തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ 2ാം പ്രസിഡൻസി സാമ്പത്തിക അരാജകത്വത്തെയാണ് നേരിട്ടത്. പണപ്പെരുപ്പം അതിരുകടന്നു, വ്യവസായങ്ങൾ സ്തംഭിച്ചു, രാഷ്ട്രീയ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 1970കളുടെ അവസാനത്തോടെ അർജന്റീന കടം, അഴിമതി, അസ്ഥിരത എന്നിവയിൽ മുങ്ങി.
എന്നിട്ടും പെറോൺ കോടിക്കണക്കിന് ഡോളർ കടമെടുത്തു. അതിവേഗ വ്യവസായ വളർച്ചയും വലിയ പ്രൊജക്ടുകളും കാണിച്ച് പെറോൺ ജനങ്ങളെ വിഭ്രമിപ്പിച്ചു. വീണ്ടും വീണ്ടും കടമെടുത്തു. എണ്ണവില കുതിച്ചുയർന്നത് മൂലം പെട്രോ ഡോളർ നിറഞ്ഞു വീർത്ത അന്താരാഷ്ട്ര ബാങ്കുകൾ അർജന്റീനയ്ക്ക് വായ്പ നൽകാൻ ഒരു മടിയും കാണിച്ചില്ല. തങ്ങൾ കൃത്യമായി തിരിച്ചടയ്ക്കുമെന്ന് പെറോൺ ബാങ്കുകൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടേയിരുന്നു. എന്നാൽ 1980കളിൽ ഉറപ്പുകൾ മങ്ങാൻ തുടങ്ങി. 1980കളുടെ തുടക്കത്തിൽ ആഗോള പലിശ നിരക്കുകൾ കുതിച്ചുയർന്നു. അർജന്റീനയ്ക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കോടിക്കണക്കിന് ഡോളറുകൾ കടമായി. തിരിച്ചടവുകൾ തുടർച്ചയായി മുടങ്ങി. സാധാരണ അർജന്റീനക്കാരുടെ തൊഴിൽ സുരക്ഷിതമല്ലാതായി. ഫാക്ടറികൾ പ്രതിസന്ധിയിലായി. പണപ്പെരുപ്പം എന്ന നിശബ്ദ രാക്ഷസൻ കൂടുതൽ ശക്തിയോടെ ആ പാവങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇഴഞ്ഞെത്താൻ തുടങ്ങി. 1989ൽ അത് ഹൈപ്പർ ഇൻഫ്ലേഷനായി. അർജന്റീനയുടെ പണപ്പെരുപ്പ നിരക്ക് പ്രതിവർഷം എത്രയായിരുന്നുവെന്നറിയാമോ? 5000%. ഒന്നുകൂടി പറയാം, 5000%. 2025ൽ ഇന്ത്യയുടെ പണപ്പെരുപ്പം 3.1% മാത്രമാണെന്നറിയുമ്പോഴാണ് ഇത് കേട്ട് നമ്മുടെ രക്തം ആവിയാകുന്നത്. കടകൾ പുതിയ വില നിലവാരം അച്ചടിക്കാൻ മെനക്കെട്ടില്ല. അവർ ചോക്ക് ബോർഡുകളിൽ ഓരോന്നിൻ്റെയും വിലയെഴുതി ദിവസത്തിൽ 10 തവണ വരെ പുതുക്കിക്കൊണ്ടിരുന്നു. ബ്യൂണസ് അയേഴ്സിൽ കുപ്രസിദ്ധമായ ഒരു സംഭവം ഇതിനിടയ്ക്ക് നടന്നു. 1989ൽ ഏതാനും ടൂറിസ്റ്റുകൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം ഓർഡർ ചെയ്തു. പക്ഷേ ബിൽ വന്നപ്പോഴേക്കും മെനുവിലെ വിലകൾ ഇരട്ടിയായി കൂടിയിരുന്നു. സ്റ്റാർട്ടറിനും ഡെസേർട്ടിനുമിടയിൽ പണപ്പെരുപ്പം വില വർദ്ധിപ്പിച്ചതുകൊണ്ട് അന്ന് ആ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ടൂറിസ്റ്റുകളും വെയിറ്റർമാരും തമ്മിൽ വലിയ തർക്കമുണ്ടായി. ഒരു ഹംഗേറിയൻ ടൂറിസ്റ്റ് കൊല്ലപ്പെട്ടു. തൊഴിലാളികൾക്ക് ആഴ്ചതോറും, ചിലപ്പോൾ ദിവസം തോറും ശമ്പളം നൽകി. കാരണം പണത്തിന് അതിവേഗം മൂല്യം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അതും അവരെ സഹായിച്ചില്ല. പെസോസ് കയ്യിൽ വെച്ച് തന്നെ ആവിയായിപ്പോയി. സ്വന്തം നാണയ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ഭാവി എന്താണ്? പണത്തിന് മൂല്യമില്ലാതാകുമ്പോൾ ആളുകൾ അതിനെ വിശ്വസിക്കാതാകുന്നു. അർജന്റീനക്കാർ $US ശേഖരിക്കാൻ തുടങ്ങി. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലെ ഒരു രക്ഷാബോട്ട് പോലെയായിരുന്നു ഗ്രീൻ ബക്സ് എന്നറിയപ്പെട്ട $. കുടുംബങ്ങൾ സമ്പാദ്യം ഡോളറിലാക്കി കിടക്കയുടെ അടിയിൽ ഒളിപ്പിക്കുകയോ വിദേശത്തേക്ക് അയക്കുകയോ ചെയ്തു. അവരാരും നാട്ടിലെ ബാങ്കുകളിലേക്ക് പോയില്ല. രാജ്യത്തിൻ്റെ അവശേഷിച്ച പണം കിടക്കകളുടെ അടിയിൽ വിശ്രമിച്ചു. ഇതിനിടെ 1982ൽ ഇംഗ്ലണ്ടുമായി ഫോക്ലാൻഡ് യുദ്ധം. അത് അർജന്റീനയുടെ ഇരുകൈകളെയും കൂടുതൽ തളർത്തി. 1983ൽ പെറോണിന്റെ സ്വേച്ഛാധിപത്യത്തിന് ശേഷം അധികാരത്തിലെത്തിയ പ്രസിഡന്റ് റൗൾ അൽഫോൻസിൻ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. വേതനം മരവിപ്പിച്ചു, വില നിയന്ത്രിച്ചു, അടിയന്തര പദ്ധതികൾ ആവിഷ്കരിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. 1989 ആയപ്പോഴേക്കും ബ്യൂണസ് ഐറിസിലെയും മറ്റ് നഗരങ്ങളിലെയും തെരുവുകളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ആളുകൾ ഭക്ഷണ സാധനങ്ങൾക്കായി സൂപ്പർ മാർക്കറ്റുകൾ കൊള്ളയടിച്ചു. തന്റെ കാലാവധി തീരുന്നതിന് 6 മാസം മുമ്പ് അൽഫോൻസിൻ രാജിവെച്ചു. പിന്നീട് 1990കളിൽ കാർലോസ് മെനം അധികാരത്തിലെത്തി. അദ്ദേഹം സ്ഥിരത വാഗ്ദാനം ചെയ്തു. അർജന്റീനയുടെ പെസോയെ $1 1:1 എന്ന അനുപാതത്തിൽ ബന്ധിപ്പിക്കുക. $1 ഒരു അർജന്റീനിയൻ പെസോ മൂല്യം. അതായിരുന്നു മെനമിൻ്റെ ആശയം. അതായത് നിങ്ങൾക്ക് 10 പെസോസ് ഉണ്ടെങ്കിൽ അത് നിയമപരമായി $10 തുല്യമാണ്. അതോടെ പെട്ടെന്ന് ജനങ്ങളുടെ ആത്മവിശ്വാസം തിരിച്ചെത്തി. വർഷങ്ങൾക്കിടയിൽ ആദ്യമായി പണപ്പെരുപ്പം ഗണ്യമായി കുറഞ്ഞു. സാധാരണ അർജന്റീനക്കാർക്ക് ശ്വാസം വിടാൻ കഴിഞ്ഞു. സൂപ്പർ മാർക്കറ്റുകൾ അവരുടെ വിലകൾ സ്ഥിരപ്പെടുത്തി. ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ മാർക്കറ്റിൽ നിറഞ്ഞു. ഇടത്തരം കുടുംബങ്ങൾ നൈക്ക് ഷൂസും സോണി ടിവികളും വാങ്ങി. വിദേശ യാത്രകൾ പോലും നടത്തി. കുറച്ചു കാലത്തേക്ക് അതൊരു അത്ഭുതമായിരുന്നു. അർജന്റീന വീണ്ടും ആധുനികമായി. ബ്യൂണസ് ഐറിസിൽ ആഡംബര റെസ്റ്റോറൻറ്റുകളും ഷോപ്പിംഗ് മാളുകളും വീണ്ടും തുറന്നു. രാജ്യം ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന പേടി സ്വപ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് തോന്നി. എന്നാൽ ആ സ്ഥിരത ഒരു മിഥ്യാബോധം മാത്രമായിരുന്നു. പെസോയെ ഡോളറുമായി ബന്ധിപ്പിച്ചത് താങ്ങാനാവാത്ത സമ്മർദ്ദമുണ്ടാക്കി. കയറ്റുമതിക്ക് വില കൂടി. പെസോയ്ക്ക് ഡോളറിൻ്റെ അത്രയും ശക്തി ഉണ്ടായപ്പോൾ അർജന്റീനയുടെ സാധനങ്ങൾക്ക് ലോകവിപണിയിൽ വില കൂടി. കർഷകർക്കും വ്യവസായങ്ങൾക്കും ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. ഇറക്കുമതി സാധനങ്ങൾ ഒഴുകിയെത്തി. വിദേശ ഉൽപ്പന്നങ്ങൾ അർജന്റീനയിൽ വില കുറഞ്ഞതായി. ഇത് ഉപഭോക്താക്കൾക്ക് നല്ലതായിരുന്നു. പക്ഷേ പ്രാദേശിക വ്യവസായങ്ങൾക്ക് വളരെ മോശവും. ഫാക്ടറികൾ അടച്ചുപൂട്ടി. തൊഴിലില്ലായ്മ വർദ്ധിച്ചു. കടം വീണ്ടും കുമിഞ്ഞുകൂടി. പെസോയെ ശക്തമായി നിലനിർത്താൻ സർക്കാരിന് കൂടുതൽ ഡോളറുകൾ കടമെടുക്കേണ്ടി വന്നു. ഒരിക്കൽ കൂടി അർജന്റീന അന്തമില്ലാത്ത കടക്കെണിയിലേക്ക് വീണു. കനത്ത ചോർച്ചയുള്ളൊരു പൈപ്പ് ഡക്ട് ടേപ്പ് വെച്ച് നന്നാക്കിയതുപോലെയായിരുന്നു കാർലോസ് മെനമിൻ്റെ $1 = 1 പെസോ നയം. ഈ നയത്തിൽ അർജന്റീനയിലെ ജീവിതം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒരു വശത്ത് സമ്പന്നരായ അർജന്റീനക്കാർ ആർഭാടമായി ജീവിച്ചു. ഷോപ്പിങ്ങിനായി മയാമിയിലേക്ക് യാത്ര ചെയ്തു. ബ്യൂണസ് ഐറിസിൽ സുഷി കഴിച്ചു. ഇറക്കുമതി ചെയ്ത കാറുകൾ ഓടിച്ചു. മറുവശത്ത് അടച്ചുപൂട്ടിയ ഫാക്ടറികളിലെ തൊഴിലാളികളും വിളകൾ വിൽക്കാൻ കഴിയാത്ത കർഷകരും തൊഴിലില്ലായ്മ മൂലം ആത്മഹത്യ ചെയ്യുന്ന പാവപ്പെട്ട കുടുംബങ്ങളും ഉണ്ടായിരുന്നു. മെനമിൻ്റെ കാലത്തെ അർജന്റീന സ്വകാര്യവൽക്കരണത്തിനും പ്രസിദ്ധമായി. സർക്കാർ കമ്പനികൾ, എയർലൈനുകൾ, യൂട്ടിലിറ്റികൾ, പോസ്റ്റൽ സർവീസ് പോലും വിദേശ നിക്ഷേപകർക്ക് തുച്ഛമായ വിലയ്ക്ക് വിറ്റഴിച്ചു. തങ്ങളുടെ രാജ്യം ലോകത്തിന് ആകർഷകമായി തോന്നിയതിൽ ചില അർജന്റീനക്കാർ അഭിമാനിച്ചു. മറ്റുള്ളവർ ഇതിനെ രാജ്യത്തിൻ്റെ ആത്മാവ് വിൽക്കുന്നതായി ആരോപിച്ചു. എല്ലാറ്റിനും പിന്നിൽ അഴിമതി തഴച്ചു വളർന്നു. സാധാരണക്കാർ കഷ്ടപ്പെടുമ്പോൾ രാഷ്ട്രീയക്കാരും വ്യവസായികളും സമ്പന്നരായി.
1990കളുടെ അവസാനത്തോടെ വിള്ളലുകൾ അവഗണിക്കാൻ കഴിയാത്ത വിധം വലുതായി. തൊഴിലില്ലായ്മ റെക്കോർഡ് നിലയിലെത്തി. കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെയായി. നിക്ഷേപകർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. $1 1 പെസോ പെഗ് തകർന്നു വീഴുന്നതും അത് അർജന്റീനയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ സാമ്പത്തിക തകർച്ചകളിലൊന്നായ 2001 സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതുമാണ് അധികം വൈകാതെ കണ്ടത്. 2001 ഡിസംബർ മാസത്തിൽ ബ്യൂണസ് അയേഴ്സിലെ തെരുവുകൾ ശബ്ദമുഖരിതമാണ്. അത് ക്രിസ്മസ് സംഗീതത്തിൻ്റെയോ ഫുട്ബോൾ ആഘോഷങ്ങളുടെയോ ശബ്ദമല്ല. പാത്രങ്ങളും കലങ്ങളും കൂട്ടിയടിക്കുന്ന പ്രതിഷേധത്തിൻ്റെ ശബ്ദമാണ്. കുടുംബാംഗങ്ങളും മുത്തശ്ശിമാരും യുവ വിദ്യാർത്ഥികളും കടയുടമകൾ പോലും അവരുടെ വീടുകൾക്ക് പുറത്തിറങ്ങി ലോഹപാത്രങ്ങളിൽ സ്പൂണുകൾ ഉപയോഗിച്ച് അടിച്ച് ശബ്ദമുണ്ടാക്കുന്നു. ഈ പ്രതിഷേധം അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടതിനാൽ അതിനൊരു പേര് ലഭിച്ചു: കാസറോലാസോ, സോസ് പാനുകളുടെ പ്രതിഷേധം. എന്തുകൊണ്ടാണ് സാധാരണക്കാരായ അർജന്റീനക്കാർ ഇത്രയധികം രോഷാകുലരായത്? കാരണം അവരുടെ ജീവിത സമ്പാദ്യം പെട്ടെന്ന് ബാങ്കുകളിൽ കുടുങ്ങിപ്പോയിരുന്നു. ആളുകൾക്ക് അവരുടെ സ്വന്തം പണം ബാങ്കിൽ നിന്ന് എടുക്കാൻ സാധിക്കാതായി. അതിനൊരു പശ്ചാത്തലമുണ്ട്. 2001 അർജന്റീന $100 ബില്യൺ കടക്കെണിയിലായിരുന്നു. അർജന്റീനയുടെ തിരിച്ചടവുകളെല്ലാം മുടങ്ങി. അന്ന് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സോവറിൻ ഡിഫോൾട്ട് അതായിരുന്നു. അന്താരാഷ്ട്ര നിക്ഷേപകർ പരിഭ്രാന്തരായി. അർജന്റീനിയൻ പെസോ തകർന്നു. ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ വിശ്വാസ്യതയും റേറ്റിംഗും ഒറ്റ രാത്രി കൊണ്ടില്ലാതായി. എന്നാൽ ഈ കണക്കുകൾ കഥയുടെ പകുതി മാത്രമേ പറയുന്നുള്ളൂ. സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ അത് ചെയ്തത് എന്താണെന്നതാണ് പ്രധാനം. ബാങ്കിംഗ് സംവിധാനം പൂർണ്ണമായി തകരാതെ തടയാൻ സർക്കാർ കൊറാലിറ്റോ എന്ന് പേരിട്ട ഒരു നിയന്ത്രണം പ്രഖ്യാപിച്ചു. ഒരാൾക്ക് ആഴ്ചയിൽ 250 പെസോയിൽ കൂടുതൽ ബാങ്കിൽ നിന്നും പിൻവലിക്കാൻ കഴിയില്ല. വിദേശത്തേക്കുള്ള പണമിടപാടുകളെല്ലാം മരവിപ്പിച്ചു. വലിയ തുക പിൻവലിക്കുന്നതും മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതും പൂർണ്ണമായും നിരോധിച്ചു. ഒരു വീട് വാങ്ങാൻ നിങ്ങൾ ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ പണം, നിങ്ങളുടെ ചെറിയ ബേക്കറിയിൽ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കരുതിയ പണം, കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും കരുതിയ പണം, ആ പണം നിങ്ങളുടെ സ്വന്തമാണെങ്കിലും അത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും എടുക്കാൻ കഴിയില്ല. ആളുകളുടെ ജീവിത സമ്പാദ്യങ്ങൾ സർക്കാരും ബാങ്കുകളും ഡിജിറ്റൽ അറകളിൽ പൂട്ടിയിട്ടു. ഒരു അർജന്റീനക്കാരൻ പിന്നീട് ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ATM സ്ക്രീനിൽ ആ നമ്പറുകൾ കാണാമായിരുന്നു, 10,000 പെസോസ്. പക്ഷേ അത് വിശന്നിരിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ചിത്രം കാണുന്നത് പോലെയാണ്. നിങ്ങൾക്കത് കഴിക്കാൻ കഴിയില്ല. പിന്നീട് സംഭവിച്ചത് മനുഷ്യ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സാമ്പത്തിക ദുരന്തമാണ്. ഒരു കാലത്ത് അർജന്റീനയ്ക്ക് വലിയ വിദ്യാസമ്പന്നമായൊരു മധ്യവർഗമുണ്ടെന്ന് അഭിമാനിച്ചിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ആ മധ്യവർഗം ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഒരു കാലത്ത് മാർഡൽ പ്ലാറ്റയിലേക്ക് വേനലവധി ആഘോഷിക്കാൻ പോയിരുന്ന കുടുംബങ്ങൾ പെട്ടെന്ന് സൗജന്യ ഭക്ഷണം ലഭിക്കുന്ന സൂപ്പ് കിച്ചണുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കാൻ തുടങ്ങി. അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ പോലും അതിജീവനത്തിനായി തെരുവിൽ ചെറിയ സാധനങ്ങൾ വിൽക്കുന്നത് കാണാമായിരുന്നു. ബ്യൂണസ് അയേഴ്സിൽ ഓഫീസ് ജീവനക്കാർ "ഞാനൊരു അക്കൗണ്ടന്റാണ്, ഭക്ഷണത്തിനായി ജോലി ചെയ്യുമെന്നെഴുതിയ ബോർഡുകൾ കഴുത്തിൽ തൂക്കിയിട്ട് നടന്നു. 2002 അവസാനത്തോടെ പകുതിയിലധികം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായി. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് കുതിച്ചുയർന്നു. കുട്ടികൾ പട്ടിണി കിടക്കാതിരിക്കാൻ കൊമിഡാരസ് പോപ്പുലാരിസ് എന്ന് വിളിക്കുന്ന സമൂഹ അടുക്കളകൾ സ്ഥാപിക്കേണ്ടി വന്നു. അർജന്റീനക്കാർക്ക് 2 കാര്യങ്ങളിൽ അഭിനിവേശമുണ്ട്: ഫുട്ബോളും രാഷ്ട്രീയവും. ആളുകൾ വഞ്ചിക്കപ്പെട്ടതായി തോന്നിയാൽ അവർ തെരുവിലിറങ്ങും. അതാണ് 2001 ഡിസംബറിൽ സംഭവിച്ചത്. പ്രതിഷേധങ്ങൾ സമാധാനപരമായി പാത്രങ്ങളും കലങ്ങളും കൂട്ടിയടിച്ചാണ് തുടങ്ങിയത്. എന്നാൽ പ്രതിസന്ധി രൂക്ഷമായതോടെ രോഷം അതിരുകടന്നു. സൂപ്പർമാർക്കറ്റുകൾ കൊള്ളയടിക്കപ്പെട്ടു. പിക്കറ്റ് റോസ് എന്നറിയപ്പെടുന്ന തൊഴിലില്ലാത്ത തൊഴിലാളികൾ ഹൈവേകൾ തടഞ്ഞു. പിന്നീട് 2001 ഡിസംബർ 19, 20 തീയതികളിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇത് ഭരണഘടനാപരമായ പൗരാവകാശങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. അടിയന്തരാവസ്ഥ ആളുകളെ ശാന്തരാക്കുന്നതിന് പകരം കൂടുതൽ രോഷാകുലരാക്കി. ബ്യൂണസ് അയേഴ്സിൽ 10,000-കണക്കിന് ആളുകൾ പ്ലാസ ഡെ മായോയിലേക്ക് മാർച്ച് ചെയ്തു. ഫുട്ബോൾ ആരാധകർ ലോകകപ്പ് വിജയങ്ങൾ ആഘോഷിക്കുന്ന അതേ സ്ക്വയറിലേക്ക്. എന്നാൽ ഇത്തവണ കലാപം നേരിടാനെത്തിയ പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റുകളും ലാത്തികളും ഉപയോഗിച്ച് പ്രതികരിച്ചു. 39 പേർ മരിച്ചു. ഈ ചിത്രങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു. കണ്ണീർ വാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികളെ മുറുകെ പിടിക്കുന്ന അമ്മമാർ, രക്തക്കറ പുരണ്ട അർജന്റീനിയൻ പതാകകൾ വീശുന്ന പ്രതിഷേധക്കാർ, ബാങ്ക് മതിലുകളിൽ "ക്യൂസെ വയൻറ്റോഡോസ്, എല്ലാ കള്ളന്മാരും പോകണം" എന്നെഴുതിയ ഗ്രാഫിറ്റികൾ. സമ്മർദ്ദം സഹിക്കാനാകാതെ 2001 ഡിസംബർ 20 പ്രസിഡന്റ് ഫെർണാണ്ടോ ഡി ലാ റൂവ ഒരു ഹെലികോപ്റ്ററിൽ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കാസറോസാഡയുടെ മേൽക്കൂരയിൽ നിന്ന് കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്ന കപ്പിത്താനെ പോലെ അയാൾ പോയി. അതവിടം കൊണ്ടും അവസാനിച്ചില്ല. വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ 5 വ്യത്യസ്ത പ്രസിഡന്റുമാർ അർജന്റീനയിൽ അധികാരത്തിൽ വന്നുപോയി. ചിലർ ദിവസങ്ങൾക്കുള്ളിൽ രാജിവെച്ചു. ചിലർക്ക് ഒരാഴ്ച പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഒരു ദേശീയ തകർച്ചയുടെ നടുവിൽ നടന്ന രാഷ്ട്രീയ കസേരകളി മത്സരമായിരുന്നു അത്. ഏറെ കണ്ട അർജന്റീനക്കാർ അതിജീവനശേഷിയുള്ളവരാണ്. ആ അരാജകത്വത്തിൽ നിന്ന് അതിജീവനത്തിൻ്റെ പുതിയ മാർഗങ്ങൾ ഉയർന്നു വന്നു. പെസോസിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടപ്പോൾ, ബാങ്കുകൾ പൂട്ടിയിട്ടപ്പോൾ ആളുകൾ സാധനങ്ങളും സേവനങ്ങളും ബാർട്ടർ ശൈലിയിൽ നേരിട്ട് കൈമാറാൻ തുടങ്ങി. ഒരാളുടെ മുടിവെട്ടിയാൽ അതിനു പകരമായി പലചരക്ക് സാധനങ്ങൾ ലഭിക്കും. ഒരാൾ തൻ്റെ CD ശേഖരം പാചക എണ്ണയ്ക്ക് വേണ്ടി കൈമാറി. രാജ്യത്തെ സംസ്ഥാനങ്ങൾ സെൻട്രൽ ബാങ്കിനോട് പണി നോക്കാൻ പറഞ്ഞ് സ്വന്തം കറൻസികൾ അച്ചടിച്ചു. ബ്യൂണസ് അയേഴ്സിൽ പാറ്റ് അക്കൗണ്ട്സ് എന്ന കറൻസിയും സമീപ പ്രദേശങ്ങളിൽ ലെക്കോപ്പ് കറൻസിയും ഉപയോഗിക്കപ്പെട്ടു.
നിക്ഷേപിക്കപ്പെട്ടു. ഇത് മൊണോപ്പൊളി പണം പോലെയായിരുന്നെങ്കിലും പെസോസ് കുറവായിരുന്നപ്പോൾ വിപണികളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. പൊതു സ്ക്വയറുകളിൽ സമൂഹങ്ങൾ ഒത്തുകൂടി ഭക്ഷണം വിതരണം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകൾ തങ്ങളുടെ പൊതിച്ചോറ് വിതരണ സമ്പ്രദായം ആരംഭിച്ചത് തന്നെ അർജന്റീനയിലെ ഈ പ്രതിസന്ധി കാലത്താണെന്ന് തോന്നുന്നു. അത് നിരാശയിൽ നിന്ന് പിറന്ന മനുഷ്യപ്പറ്റുള്ള ജനാധിപത്യ ബോധമായിരുന്നു. ഈ സൃഷ്ടിപരമായ അതിജീവന രീതികൾ പൂർണ്ണമായി തകരാൻ വിസമ്മതിച്ച ഒരു സമൂഹത്തിൻ്റെ പ്രതിരോധശേഷി എന്താണെന്ന് ലോകത്തെ കാണിച്ചു. അർജന്റീനയുടെ തകർച്ച അർജന്റീനക്കാരെ മാത്രമല്ല വേദനിപ്പിച്ചത്. വിദേശ ബാങ്കുകൾക്ക് ശതകോടിക്കണക്കിന് ഡോളർ നഷ്ടപ്പെട്ടു. അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് വർഷങ്ങളോളം വികസ്വര രാജ്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കടം എങ്ങനെ കൈകാര്യം ചെയ്യരുത് എന്നതിൻ്റെ ഒരു കേസ് സ്റ്റഡിയായി സാമ്പത്തിക വിദഗ്ധർ അർജന്റീനയെ വിശേഷിപ്പിച്ചു. ഈ പ്രതിസന്ധി ഒടുവിൽ പുതിയ പരിഷ്കരണങ്ങളിലേക്ക് നയിച്ചു. അർജന്റീന ഡോളറുമായുള്ള കർശനമായ 1-to-1 പെഗ് ഉപേക്ഷിച്ചു. അർജന്റീനിയൻ പെസോയെ സ്വതന്ത്രമായി വിടാൻ അനുവദിച്ചു. ഇത് ഹ്രസ്വകാലത്തേക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കി. സമ്പാദ്യങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു. എന്നാൽ കാലക്രമേണ കയറ്റുമതി വീണ്ടും മത്സരക്ഷമമായി. സോയാബീനും കാർഷിക ഉൽപ്പന്നങ്ങളും പുതിയ ഡോളർ വരുമാനം കൊണ്ടുവന്നു. ഇത് വർഷം 2025. ഇപ്പോൾ എങ്ങനെയാണ് അർജന്റീന? അതുകൂടി കേട്ടാലേ ഈ കഥ പൂർത്തിയാകൂ. പണപ്പെരുപ്പം ഇപ്പോൾ 5000% അത് 40 മുതൽ 50% വരെയായി കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴും 6 മാസം അർജന്റീൻ പെസോ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അതിന് പകുതി മൂല്യമോ ഉണ്ടാകൂ. ഡോക്ടർമാരെയും അധ്യാപകരെയും പോലുള്ള മധ്യവർഗ്ഗക്കാർ തങ്ങളുടെ ശമ്പളം പണപ്പെരുപ്പ നിരക്കിനനുസരിച്ച് നൽകുന്നില്ലെന്ന് പരാതിപ്പെടുന്നു. അതിജീവനത്തിനായി പലരും രണ്ടാമതൊരു ജോലി കൂടി സ്വീകരിക്കുകയോ ഓൺലൈനായി ഫ്രീലാൻസ് ജോലികൾ ചെയ്യുകയോ ചെയ്യുന്നു. കഴിവുള്ള ബഹുഭൂരിപക്ഷവും നാടുവിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കഴിഞ്ഞു. പെൻഷൻകാർക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി. അർജന്റീനയുടെ കടഭാരം അതിൻ്റെ തൊലി പോലെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞു. അടുത്ത 3.5 വർഷത്തിനുള്ളിൽ മാത്രം രാജ്യം 80,000 കോടി ഡോളർ കടം തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. ഈ കടത്തിൽ ഭൂരിഭാഗവും വിദേശ കറൻസിയിലാണ്, പെസോസ് അല്ല, ഡോളറാണ്. ഇതിനർത്ഥം അർജന്റീനയ്ക്ക് പണം കൂടുതൽ അച്ചടിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. കയറ്റുമതിയിലൂടെയോ വിദേശ നിക്ഷേപത്തിലൂടെയോ യഥാർത്ഥ ഡോളറുകൾ നേടേണ്ടതുണ്ട്. എന്നാൽ കരുതൽ ശേഖരം ഇപ്പോഴും ദുർബലവുമാണ്. കയറ്റുമതി കുറയുകയോ ആഗോള സാഹചര്യങ്ങൾ വഷളാവുകയോ ചെയ്താൽ അർജന്റീനയ്ക്ക് മറ്റൊരു ഡിഫോൾട്ട് നേരിടേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പലിശ കുറവിൽ പുതിയ കടം കിട്ടാനുള്ള IMF കരാറിൽ അർജന്റീനയ്ക്ക് പ്രതീക്ഷയുണ്ട്. അർജന്റീനക്കാരെ സംബന്ധിച്ചിടത്തോളം പെസോ ഇപ്പോഴും അസ്ഥിരതയുടെ പ്രതീകമാണ്. പലരും തങ്ങളുടെ സമ്പാദ്യം US$ആയി മെത്തയുടെ അടിയിലോ വിദേശത്തുള്ള രഹസ്യ ബാങ്ക് അക്കൗണ്ടുകളിലോ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. നാട്ടിലെ ബാങ്കുകളിൽ പണമിടാൻ ഇപ്പോൾ ആരും പോകാറില്ല. അർജന്റീനയിലെ പ്രധാന നദീ തുറമുഖമായ റൊസാരിയോസിൽ നിങ്ങൾക്ക് ഈ മാറ്റം കാണാൻ കഴിയും. ധാന്യങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ചരക്ക് കപ്പലുകൾ വീണ്ടും നിരന്നു കിടക്കുന്നു. 2024 വെറുതെ ഇരുന്ന ട്രക്ക് ഡ്രൈവർമാർ ഹൈവേകളിൽ തിരിച്ചെത്തി. ടൂറിസവും ശക്തി പ്രാപിക്കുന്നുണ്ട്. തുറമുഖ പട്ടണങ്ങളിലെ റെസ്റ്റോറൻറ്റുകൾ നിറയുന്നു. ഇത് പണം ഒഴുകുന്നു എന്നതിൻ്റെ ലളിതവും എന്നാൽ ശക്തവുമായ സൂചനയാണ്. 2025 സാമ്പത്തിക വളർച്ച തിരിച്ചെത്തി. ചുരുങ്ങിയ ശേഷം സമ്പദ് വ്യവസ്ഥ ഈ വർഷം 5.557% വളരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഏതാനും മാസങ്ങളിൽ 6% മുകളിൽ വാർഷിക വളർച്ച കാണിച്ചിട്ടുണ്ട്. ഇത് കുറച്ചു കാലം മുൻപ് തകർച്ചയിലായിരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അസാധാരണവുമാണ്. അർജന്റീനയ്ക്ക് പല ദുശീലങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് പതിറ്റാണ്ടുകളായി സർക്കാരിന് പണമില്ലാതാകുമ്പോൾ കൂടുതൽ പണം അച്ചടിക്കുക എന്ന ലളിതമായ പരിഹാരം. ഇത് മാറിയിട്ടുണ്ട്. ഏറ്റവും ദുരന്തപൂർണമായ നിലയിലെത്തിയ ദാരിദ്ര്യം ഇപ്പോൾ 30 മുതൽ 40% വരെയായി കുറഞ്ഞു. ജീവിതം വീണ്ടെടുക്കൽ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയാൻ കഴിയില്ല. അർജന്റീൻ പാമ്പാസിലെ കർഷകർക്ക് മെച്ചപ്പെട്ട അവസ്ഥയാണ്. കയറ്റുമതിക്കാർ പുഞ്ചിരിക്കുന്നു. പക്ഷേ സാധാരണ നഗര തൊഴിലാളികൾ ഇപ്പോഴും കഷ്ടപ്പെടുന്നു. നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായി തിരികെ എത്തിയിട്ടില്ല. ബ്യൂണസ് അയേഴ്സിലെ ചെറിയ കടകൾ ഇപ്പോഴും ഓരോ ആഴ്ചയും 10 വീതമെങ്കിലും അടച്ചുപൂട്ടുന്നു. ടാക്സി ഡ്രൈവർമാർ, തെരുവ് കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ തുടങ്ങിയ അസംഘടിത തൊഴിലാളികൾ പലപ്പോഴും ദിവസ വരുമാനം കൊണ്ട് ജീവിക്കുന്നു. അവർക്ക് സമ്പാദ്യമോ സുരക്ഷയോ ഇല്ല. തൊഴിലില്ലായ്മ ഉയർന്ന് 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയായ 8%-അടുത്തെത്തി. യുവത രാജ്യം വിടുകയാണ്. പ്രസിഡന്റ് ഹാവിയർ മിലിയുടെ സർക്കാർ ധീരമായി തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. സബ്സിഡികളും പൊതുചെലവുകളും വെട്ടിക്കുറച്ചത് വിപണികൾ പ്രശംസിക്കുന്നുണ്ടെങ്കിലും സാധാരണ കുടുംബങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നില്ല. പ്രതിഷേധങ്ങൾ പതിവാണ്. യൂണിയനുകൾ പണിമുടക്കുകൾ സംഘടിപ്പിക്കുന്നു. സാമൂഹിക അസ്വസ്ഥത ഇപ്പോഴും ഒരു യഥാർത്ഥ അപകട സാധ്യതയാണ്. ബ്യൂണസ് അയേഴ്സ് പ്രവിശ്യയിലെ സമീപകാല തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾ രാഷ്ട്രീയ ക്ഷമയ്ക്ക് പരിമിതിയുണ്ടെന്നാണ് കാണിക്കുന്നത്. നിക്ഷേപകർക്കും ഇതറിയാം. അവർ ചോദിക്കുന്നു, സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ പരിഷ്കാര നടപടികൾ നിലനിൽക്കുമോ? അതോ അർജന്റീന പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകുമോ? ഈ അനിശ്ചിതത്വം അപകടകരമാണ്. മുൻകാലങ്ങളിൽ അർജന്റീന പല പരിഷ്കരണ ശ്രമങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ അവ പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. ചരിത്രം ആവർത്തിച്ചാൽ ഇന്നത്തെ ദുർബലമായ വീണ്ടെടുക്കൽ നാളത്തെ പ്രതിസന്ധിയായി തകർന്നു വീഴാം. എന്തായാലും തിരിച്ചു വരുന്ന രാജ്യമേ, കേരളത്തിലേക്ക് സ്വാഗതം.